ലോകം മുഴുവൻ ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇന്ത്യയിലെ 18ാമത് ലോക്സഭയിലേക്ക് നടന്നത്. അതിൻ്റെ വിധി ഇന്നലെ വന്നിരിക്കുകയാണ്. 10 വർഷത്തെ 2 ടേമിലായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടർഭരണം മറ്റൊരു 5 വർഷത്തേക്ക് കൂടി നീട്ടിക്കിട്ടിയ വിധിയാണ് റിസൾട്ടിൽ ഉണ്ടായിട്ടുള്ളത്. എങ്കിലും പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള NDAക്ക് വലിയ ഭൂരിപക്ഷത്തിൻ്റെ ഒരു അപ്രമാദിത്വം സഭയിലുണ്ടാവുകയും അതിൻ്റെ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ ഇന്ത്യ മുഴുവൻ ഉണ്ടാവുകയും അതിൻ്റെ ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു വലിയ പ്രതിപക്ഷ ശക്തി രൂപപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള വലിയ രാഷ്ട്രീയ കൗതുകങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞുപോയത്. അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള പ്രതിപക്ഷ വിജയം എന്ന് പറയാവുന്ന രീതിയിലുള്ള റിസൾട്ടുമാണ് ഉണ്ടായിട്ടുള്ളത്. മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കണ്ടത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞൊരു 10 വർഷത്തെ മോദി ഭരണകാലത്ത് മാധ്യമങ്ങൾ എങ്ങനെയാണ് ഭരണത്തോട് പ്രതികരിച്ചിട്ടുള്ളത് എന്നതിൻ്റെ എല്ലാം വിലയിരുത്തലാണ് ഇന്നത്തെ ചർച്ചയിൽ നടത്തുന്നത്. മോദിയും NDAയും BJPയും ഒക്കെ ഉന്നയിച്ച ഒരു വലിയ പ്രചാരണ തന്ത്രം ഇത്തവണ 400-ലേറെ സീറ്റുകൾ ലഭിക്കും എന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് പ്രചാരണങ്ങളെല്ലാം തുടങ്ങിയത്. ആ പ്രചാരണത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവസാന ഘട്ടത്തിൽ എക്സിറ്റ് പോളുകളും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നത്. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് അതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് വലിയ ഒറ്റയ്ക്കുള്ള ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. NDAയ്ക്കും ഒരു മുന്നണി ഭരണത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഉള്ളത്. കമൽ റാംസേജി, എക്സിറ്റ് പോളുകൾ നിഷ്പ്രഭമായി എന്ന് മാത്രമല്ല, അത് ഒട്ടും ശാസ്ത്രീയമായിരുന്നില്ല എന്നുകൂടിയാണ് യഥാർത്ഥ ഫലം വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് സർക്കാരും അല്ലെങ്കിൽ മാധ്യമങ്ങളും തമ്മിൽ കഴിഞ്ഞൊരു 10 വർഷം നടന്നിട്ടുള്ളൊരു ഒരു ചങ്ങാത്ത ജേർണലിസത്തിൻ്റെ ഒരു പ്രതിഫലനവും കൂടിയായിട്ട് നമുക്ക് മനസ്സിലാവും. ഗോദി മീഡിയ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഒടുവിൽ അവസാന നിമിഷം വരെ ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മീഡിയ എടുത്തിട്ടുള്ളത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് പാരലൽ മീഡിയ അതിശക്തമായ പ്രതിപക്ഷമായി രൂപപ്പെടുന്ന കാഴ്ച നമ്മൾ അവസാന ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് എക്സിറ്റ് പോളുകളുടെ പശ്ചാത്തലത്തിൽ ഈ വിധിയെയും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മാറി മറിഞ്ഞിട്ടുള്ളത്? യാഥാർത്ഥ്യവും എക്സിറ്റ് പോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അല്ല, എക്സിറ്റ് പോളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ചങ്ങാത്ത ജേർണലിസം എന്ന് പറയുന്നത് ഏതാണ്ട് 10 വർഷമായിട്ട് നമ്മുടെ നാഷണൽ മീഡിയ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് നമ്മുടെ മലയാളത്തിലെ മുഖ്യധാര മീഡിയ പോലും ഒരു തരത്തിലും ഒരു വിമർശ ശബ്ദമാവാതെ മോഡിയോടുള്ള പക്ഷപാതിത്വം കാണിച്ചുകൊണ്ടിരുന്ന ഒരു അവസരമായിരുന്നു കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ എക്സിറ്റ് പോളിൻ്റെ സംഗതികൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മെത്തഡോളജി പാളിപ്പോയത് മാത്രമല്ല, അതിൻ്റെ ഒരു സമീപനം അല്ലെങ്കിൽ അതിനോടുള്ള ഐഡിയോളജി എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിൽ പരിവർത്തിപ്പിക്കപ്പെട്ട ഒരു സംരംഭം കൂടിയായിരുന്നു ഈ കഴിഞ്ഞ എക്സിറ്റ് പോളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 2017, അതായത് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ 2017 ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വരുന്നുണ്ട്. സമാനമായ ഒരു എക്സിറ്റ് പോൾ രീതി നമുക്ക് അവിടെ കാണാൻ പറ്റും. കാരണം വളരെയധികം വിശ്വാസ്യതയുള്ള ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഭീമന്മാരാണെങ്കിൽ തന്നെയും ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും പക്ഷേ ഒരു ലിബറൽ ജേർണലിസത്തിൻ്റെ വക്താക്കളായി തന്നെയാണ് അവർ നിൽക്കുന്നത്. പക്ഷെ അവർക്ക് വലിയ പാളിച്ച പറ്റി. ഡൊണാൾഡ് ട്രംപ് വരില്ല എന്നും ഹിലാരി ക്ലിൻ്റൺ ആയിരിക്കും ഇത്തവണത്തെ വിജയി എന്നുള്ള രീതിയിലായിരുന്നു എല്ലാതരം പോളുകളും പല സമയത്ത് നടത്തിയ അഭിപ്രായ സർവേകൾ, എക്സിറ്റ് പോൾ, ഏറ്റവും അവസാനം വരെ അവരുടെ എല്ലാ ക്യാമ്പയിൻ എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന എക്സിറ്റ് പോളുകളും അങ്ങനെയായിരുന്നു സംഭവിച്ചത്. അതിൽ പോൾസ്റ്റേഴ്സിന് സംഭവിച്ച അപകടത്തിനെക്കുറിച്ച് പിന്നീട് നടന്ന പഠനങ്ങളിലാണ് ഏർബൻ പോൾസ്റ്റേഴ്സ് എന്നുള്ളൊരു പദം ഉണ്ടായി വരുന്നത്. ഏർബൻ ജേർണലിസത്തിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഏർബൻ പോൾസ്റ്റേഴ്സ് എന്നുള്ള സംഗതി വരുന്നത്. അതിവിടെയും നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ 400 എന്ന് മന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു ജേർണലിസ്റ്റ് സമൂഹമായിരുന്നു നാഷണൽ മീഡിയയിൽ ഉണ്ടായിരുന്നത്. അവരും കൂടി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോൾസ്റ്റർ ഗാങ് എന്ന് തന്നെ പറയാം. അവരാണ് സമൂഹത്തിലേക്ക് ചെല്ലുന്നത്. അവർ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ UPയിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി പോകുന്ന ജേർണലിസ്റ്റും പോൾസ്റ്ററും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 400 എന്നുള്ളത് കൂടുമോ ഇല്ലയോ എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള ചോദ്യം. അതിൻ്റെ മെത്തഡോളജീൻ്റെ മാത്രം കുഴപ്പമില്ല, ആശയം മനസ്സിലുണ്ട്. കാരണം എന്തായാലും മോഡി യോഗി ആദിത്യനാഥ് സഖ്യം വമ്പിച്ച ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ എല്ലാ ദിവസവും നമുക്കറിയാം ഡൽഹിയിൽ ഇറങ്ങുന്ന എല്ലാ പത്രത്തിൻ്റെയും ജാക്കറ്റ് പരസ്യം ഉള്ളിൽ 5, 6, 7 പേജുകളിലൊക്കെ ആയിട്ട് മോഡിയുടെയും യോഗി ആദിത്യനാഥിൻ്റെയും പരസ്യങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാനസികമായിട്ട് ഉണ്ടാക്കുന്ന ഒരുതരം ബ്രെയിൻ
ഒരു ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഒരു ഇതും കൂടിയുണ്ട്. അപ്പൊ ആഗ്രഹചിന്തയും കൂടെ ഉണ്ട്. ഈ ഒരു ആധിപത്യം, ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ എന്ത് ചോദിച്ചില്ല, അതായത് UP-യിലെ ജനങ്ങൾ എത്രമാത്രം, അതായത് അവിടെ ഒരു ക്ലാസ് പ്രശ്നം വരുന്നുണ്ട്. കാരണം അവിടെയുള്ള തൊഴിലില്ലായ്മ, മറ്റു തരത്തിലുള്ള ഇല്ലായ്മകൾ, അതാണ് നമുക്ക് ഈ ഈ അയോധ്യ ക്ഷേത്രത്തിനകത്ത് ഇപ്പം അയോധ്യ ഇങ്ങനെ ഒരു പുനരുജ്ജീവിപ്പിച്ചിട്ട് കൂടി അവിടെ തോറ്റുപോവാണ് BJP ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ നേരത്തെ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് പുറത്തുള്ള ഒരാശയമാണ്. ഇവിടെയുള്ള ആൾക്കാരുടെ ജനജീവിതം, ദിവസ ജീവിതത്തിനകത്തേക്ക് BJP-ക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭരണകൂടത്തിനോ എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു റിബൽ അല്ലെങ്കിൽ ഒരു ബദൽ സാധനത്തിന്റെ സാധ്യതകൾ അന്വേഷിക്കുന്നതിന് പകരം ഇത്തരം ഒരു അന്വേഷണമാണ് പത്രങ്ങളും പോൾസ്റ്റേഴ്സ് നടത്തിയത്. അവിടെയാണ് അവർ പരാജയപ്പെട്ടു വന്നത്. ഇത് തന്നെയാണ് ഈ ഏർബൻ ജേർണലിസത്തിന്റെ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ന്യൂസ് റൂമിലുള്ള വളരെ ഉയർന്ന ചിന്ത എന്ന് പറഞ്ഞാൽ ചിന്തയിലെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിന്റെ ഔന്നത്യമല്ല, അല്ലാതെയുള്ള സാമൂഹികമായിട്ടുള്ള ആ ഒരു ചിന്തയുമായിട്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നത്. അത് ഏറെക്കുറെ കേരളത്തിലും ചില സ്ഥലങ്ങളിൽ, ഇപ്പം വടകരയെക്കുറിച്ച് ഒരു മലയാളം ചാനൽ നടത്തിയ വിശകലനത്തിനകത്ത് അതിൽ ശൈലജ ടീച്ചർ ജയിക്കും എന്നുള്ള ഒരു നടത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് അങ്ങനെ ഒരു അല്ല അവിടുത്തെ വേവ് എന്നുള്ളത് അത് സാധാരണ മാധ്യമ പ്രവർത്തകന് പോലും തിരിച്ചറിയാൻ പറ്റുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു ഉന്നത ചിന്ത ഒരു ന്യൂസ് ഡെസ്കിലിരുന്ന് രൂപപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ, കാരണം ഇതിന്റെ മെത്തഡോളജി പരാജയപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനോടുള്ള സമീപനത്തിന്റെ ഐഡിയോളജിയിലാണ് പ്രശ്നം സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകളെല്ലാം ഈ 400-നോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ള BJP-ന്റെ NDA-യുടെയും പ്രചാരണ തന്ത്രത്തിന് അനുകൂലമായിട്ട് നിന്നപ്പോൾ യോഗേന്ദ്ര യാദവിനെ പോലുള്ള ആളുകൾ പക്ഷെ ഗ്രൗണ്ടിൽ പണിയെടുത്തുകൊണ്ട് തന്നെ നടത്തിയ അനാലിസിസുകൾ കഴിഞ്ഞൊരു മാസം അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ട്. അതിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു കേവല ഭൂരിപക്ഷം BJP-ക്ക് കിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ NDA-ക്കും ആ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് തന്നെ അവസാനം 6ാമത്തെ ഫേസ് കഴിയുമ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു. പൂർണ്ണമായിട്ട് ഇലക്ഷൻ തീർന്നതിന് ശേഷവും ഇത് എക്സിറ്റ് പോൾ വന്നതിന് ശേഷവും അദ്ദേഹം ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു മെത്തഡോളജിയും കൂടെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇതിന് എതിരായിട്ടുള്ള ഗ്രൗണ്ട്, ഞാൻ ഒരിക്കലും ബുദ്ധിജീവികളോട് സംസാരിച്ചിട്ടില്ല, ജേർണലിസ്റ്റുകളോട് സംസാരിച്ചിട്ടില്ല, ആക്ടിവിസ്റ്റുകളോട് സംസാരിച്ചിട്ടില്ല, രാഷ്ട്രീയ പാർട്ടികളോടും സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചത് മുഴുവനും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടാണ്. അവരോട് നേരിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ മീൻസ് ആ മെത്തഡോളജിയാണ് യോഗേന്ദ്ര യാദവ് കൊണ്ടുവന്നത്. അതിൽ കൃത്യമായിരുന്നു. അതിൽ മോദി ഭരണത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് ജനങ്ങൾക്കിടയിൽ പല രൂപത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കണ്ണൻ എന്ത് തോന്നുന്നു, അതായത് എവിടെയാണ് മാധ്യമങ്ങളുടെ കാൽക്കുലേഷൻസ് പാളിപ്പോയിട്ടുള്ളത്? ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ യോഗേന്ദ്ര യാദവിൻ്റെ മെത്തഡോളജി നമ്മുടെ ന്യൂസ് ഡെസ്കുകളുടെ ഒരു സർക്കുലറായിട്ടെങ്കിലും നടപ്പാക്കിയിരുന്നെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് നമ്മുടെ പത്രങ്ങൾക്ക് എത്താൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഒരു 10 വർഷത്തെ മാധ്യമങ്ങളുടെ ഒരു വിശ്വാസ്യതയിലുണ്ടായിരുന്ന തകർച്ചയുടെ ഒരു ചിത്രം നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നും പത്രങ്ങളെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും യുക്തിഭദ്രമായിട്ട് ഈ റിസൾട്ടിനെ അനലൈസ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് 10 വർഷത്തിന് ശേഷം നമുക്ക് സന്തോഷം തോന്നുന്നൊരു ദിവസമാണ്, സന്തോഷം തോന്നുന്നൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനമൊക്കെ തോന്നുന്നതാണ്. ഇത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ടാണ്. അതായത് തകർന്ന ഒരു മോദിയുടെ മുഖമായിട്ടാണ് ഇന്ന് പത്രങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ രാഹുൽ, ഇതുവരെ നമുക്ക് പ്രത്യക്ഷത്തിലില്ലാതിരുന്ന രാഹുൽ ഗാന്ധിയുടെ ചിരിച്ച മുഖം കാണുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോഗേന്ദ്ര യാദവിനെ പോലുള്ള അനലിസ്റ്റുകളുടെ അതായത് അദ്ദേഹമാണ് കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും കൃത്യമായ വിഷയങ്ങൾ ആണ് ഇപ്പോൾ UP-യിലായാലും ബീഹാറിലായാലും ഒക്കെയുള്ള വോട്ടിങ്ങിനെ ബാധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മുന്നിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ യോഗേന്ദ്ര യാദവിനേക്കാളും എനിക്ക് തോന്നുന്നത് മീഡിയാസിനാണ് ഇതിൻ്റെ ആക്സസ് ഉള്ളത്. അവർ റിപ്പോർട്ടർമാർ ഫീൽഡിലുണ്ട്. അവരുടെ ഡെസ്കിന് കുറച്ചുകൂടി രാഷ്ട്രീയ ബോധത്തോടു കൂടി ചെയ്യാവുന്ന പല സന്ദർഭങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ BJP-യും NDA-യും നരേന്ദ്രമോദിയും RSSും ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു അജണ്ടയിൽ വർക്ക് ചെയ്തിട്ട് ഈ ക്യാമ്പയിൻ നോക്കിയാൽ അറിയാൻ പറ്റും, പരസ്യങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. അത് ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷന് മുമ്പായിട്ട് BJP-യുടെ 1-ാം പേജ് പരസ്യങ്ങൾ, ജാക്കറ്റ് പരസ്യങ്ങൾ വന്നു. അത് കേരളത്തിലെ യുവാക്കളെയും കേരളത്തിൻ്റെ തന്നെ ഐഡൻറ്റിറ്റിയെയും ഭയങ്കരമായിട്ട് ടാർണിഷ് ചെയ്തിട്ടാണ്
അതിൽ ആ പരസ്യങ്ങളുണ്ടായിരുന്നു. അതിനൊരു സ്റ്റോറി പോലും അതിനെതിരായിട്ടുള്ള സാധനം ഫാക്ച്വലായിട്ട് കൊടുക്കാൻ നമ്മുടെ പത്രങ്ങൾക്ക് ആയിട്ടില്ല. അപ്പോൾ മലയാളത്തിലെ പത്രങ്ങളുടെയായാലും ശരി, നാഷണൽ ലെവലിലെ പത്രങ്ങളായാലും ശരി, BJPയും NDAയും മോഡിയും ഒക്കെ ഫിക്സ് ചെയ്തൊക്കെ ഒരു അജണ്ടയ്ക്ക് അനുസൃതമായിട്ട് ഇലക്ഷന് കൊണ്ടുപോകാമെന്നല്ലാതെ, ഇപ്പോൾ ഈ മോഡിയുടെ വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നു. അപ്പോൾ ആദ്യത്തെ 1-2 ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് വിദ്വേഷ പ്രസംഗങ്ങളുടെ ഒരു പരമ്പരയായിട്ട് വന്നത്. പക്ഷെ അപ്പോഴും ഈ UPയിലെയും ബീഹാറിലെയും മധ്യപ്രദേശിലൊക്കെ മനുഷ്യരെ തൊഴിലില്ലായ്മയെക്കുറിച്ചിട്ടും വിലക്കയറ്റത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവയ്ക്കൊന്നും പ്രൊമിനൻസ് കൊടുക്കാതെ വളരെ ഈ മോഡി സെറ്റ് ചെയ്ത അജണ്ടയിലേക്ക് മീഡിയാസ് വളരെയധികം പ്രകടമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 യോഗേന്ദ്ര യാദവിനെ പോലുള്ള ഒരു ഒറ്റയാൾ പട്ടാളമൊക്കെ നടത്തിയ ഒരു 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 ഫൈറ്റ് ഉണ്ട്. അതായത് റിയൽ കോർ ഇഷ്യൂസിനെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ഉണ്ട്. അതുപോലും നമ്മുടെ വളരെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് മാത്രമല്ല, അത് വളരെ പ്രകടമായിട്ട് തന്നെ BJPക്ക് അനുകൂലമായിട്ട് മാറ്റാനുള്ള വളരെ കൃത്യമായ ശ്രമം നടത്തി. അതിൽ വളരെ പരാജയപ്പെട്ടു പോയ, അതായത് റിസൾട്ട് ഇപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ മോഡിയും ജനങ്ങളും തമ്മിലായിരുന്നു ഇന്നലത്തെ ഫൈറ്റ്. അതിൽ ജനങ്ങൾ ജയിച്ചു. എനിക്ക് തോന്നുന്നത് അതിനിങ്ങനെ കൂടി ഡെവലപ്പ് ചെയ്യാവുന്നുള്ളൂ. അതായത് മാധ്യമങ്ങളും ജനങ്ങളും തമ്മിലുള്ള ഒരു ഫൈറ്റിൽ ജനങ്ങൾ വിജയിക്കുകയാണ് മാധ്യമങ്ങൾക്കെതിരെ എന്നുകൂടി പറയാൻ തോന്നുന്നു. ബാബു, അതായത് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പരാജയപ്പെട്ടു, വളരെ കൃത്യമാണ്. പക്ഷേ അവിടെ പാരലൽ മീഡിയ നേടിയിട്ടുള്ളൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതായത് ധ്രുവ് റാട്ടിയെ പോലുള്ള മുഖ്യധാരാ മാധ്യമത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള രവീഷ് കുമാറിനെ പോലുള്ള ആളുകൾ നടത്തിയിട്ടുള്ള വലിയ പോരാട്ടമുണ്ട്. അതിനെ നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. കാരണം ധ്രുവ് റാട്ടി നടത്തിയിട്ടുള്ള ആ വീഡിയോ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തെരഞ്ഞെടുപ്പ് കാലയളവിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള 5-10 വീഡിയോ ഇന്ത്യയിലെ, അത് ഹിന്ദിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷ്, ഈ പറഞ്ഞ പോലെ അർബൻ ജേർണലിസത്തിന് മറുവശത്ത് നിന്നുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന സാധാരണ ഭാഷയിൽ ഹിന്ദി ബെൽറ്റിൽ മുഴുവൻ സ്വാധീനം ചെലുത്താവുന്ന രീതിയിൽ രവീഷ് കുമാറിനെ പോലും ഇവരെ പോലും പിന്നെയും ഒരുപാട് ജേർണലിസ്റ്റുകളുണ്ട്. അവരൊക്കെ പാരലൽ മീഡിയയിൽ നിന്നുകൊണ്ട് കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ മൂലധന ബാധ്യതകളില്ലാതെ തന്നെ നടത്തിയിട്ടുള്ള, അതുകൊണ്ടാണ് ഇവരെ സ്വാധീനിക്കാനും പറ്റാത്തത്, നടത്തിയിട്ടുള്ളതിനുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അത് ഫാക്ട് ചെക്കിംഗ് ആണ്. മോദി നടത്തിയിട്ടുള്ള എല്ലാത്തരം സാമ്പത്തിക ഇടപാടുകളെ, വർഗീയ പരാമർശങ്ങളെ, വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴിക്ക് നടത്തിയിട്ടുള്ള തെറ്റായ അശാസ്ത്രീയമായിട്ടുള്ള ക്യാമ്പയിനുകളെ ഒക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു അത്. പക്ഷേ ഒരുപക്ഷെ മലയാളത്തിൽ അത്തരത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തനം നമ്മൾ നടത്തിയിട്ടില്ല. ആക്ച്വലി ഇവിടെ പാരലൽ മീഡിയൻ്റെ സ്വാധീനം അതിനേക്കാൾ ആ രീതിയിൽ വളർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റും. ഈ ഇതിൻ്റെ പ്രതിപക്ഷ നിര രൂപപ്പെട്ട സമയത്ത് തന്നെ ഒരു പ്രതിപക്ഷ ജേർണലിസവും രൂപപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനെ എങ്ങനെയാണ് ഒരു ഇൻഹൗസ് ജേർണലിസ്റ്റ് അല്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ നിരീക്ഷിക്കുന്നത്? ഇന്നലെ ധ്രുവ് റാട്ടിയുടെ ഇത് പറഞ്ഞപ്പോൾ, ഇന്നലെ ഈ റിസൾട്ട് വന്നതിന് ശേഷം ധ്രുവ് റാട്ടി ഒരു വരിയുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പീപ്പിൾ, കോമൺ പീപ്പിൾ എന്ന് പറയും. അപ്പോൾ ശരിക്കും ഈ കോർപ്പറേറ്റ് മീഡിയ എന്ന് പറയുന്നത് ചെയ്ത ഒരു കാര്യം, ഈ ജനങ്ങളെ റിയൽ ഇഷ്യൂസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവരെ വോട്ടിങ്ങിനെ സ്വാധീനിക്കാതിരിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം സംഘപരിവാർ അവരുടെ വർഗീയ ധ്രുവീകരണ പരീക്ഷണശാല എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ഹിന്ദി ഹാർട്ട്ലാൻഡ്, ഗുജറാത്ത്, രാജസ്ഥാൻ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അവിടെ ഈ റിയൽ ഇഷ്യൂസാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു വോട്ടറുടെ മനസ്സിൽ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ വോട്ടിനെ സ്വാധീനിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും ഈ സംഘപരിവാറിനും അതേപോലെ ഭരണവർഗത്തിനെതിരായ ഒരു വോട്ടിംഗ് ആയിട്ടത് മാറും. അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ശരിക്കും മാധ്യമങ്ങൾ, കോർപ്പറേറ്റ് മീഡിയ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ തുടർച്ചയായിട്ടാണ് എക്സിറ്റ് പോളിനെയും കാണാൻ പറ്റുക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2019 ഇലക്ഷനിൽ തന്നെ റിയൽ ഇഷ്യൂസ് ആണ് ജനങ്ങളുടെ മാനദണ്ഡമായിരുന്നതെങ്കിൽ മോദി പരാജയപ്പെടേണ്ടതായിരുന്നു. കാരണം നോട്ട് നിരോധനം പോലുള്ള ഏറ്റവും ജനങ്ങളെ കൂടുതൽ നേരിട്ട് ബാധിക്കുന്ന ഇഷ്യൂസ് ഉണ്ടായിട്ട് പോലും ശരിക്കും അതിനു മുമ്പ് 2014 കൂടുതൽ സീറ്റോടുകൂടി 303 സീറ്റോടുകൂടി BJP തന്നെയും, പിന്നെ 350-ലധികം സീറ്റിൽ NDA അധികാരത്തിൽ വന്നു. അപ്പോൾ അതിനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കോർപ്പറേറ്റ് മീഡിയ അവിടെ ഇടപെട്ട് ഈ ഭരണവർഗത്തിന് വേണ്ടിയിട്ട് ഈ റിയൽ ഇഷ്യൂസ് ഇവരുടെ ചിന്തയിലും മനസ്സിലും വരാതിരിക്കുകയും
അതേപോലെ സംഘപരിവാർ നടത്തുന്ന ഈ വർഗീയ ധ്രുവീകരണ അജണ്ടയ്ക്കും അതിൻ്റെ പരീക്ഷണം എന്നുള്ള നിലയ്ക്കും നടത്തുന്ന അതിന് അനുകൂലമാക്കിയിട്ട് അതിനെ മാറ്റുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും വെല്ലുവിളിക്കപ്പെടുകയില്ല. ഈ സംഘപരിവാറിൻ്റെ അതേപോലെ ഈ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെയും താല്പര്യങ്ങൾ വെല്ലുവിളിക്കപ്പെടില്ല. മാത്രമല്ല അങ്ങനെ ഒരു വെല്ലുവിളിയുടെ ചെറിയ സ്വരം ഉയർന്നു വരുന്നുണ്ടെങ്കിൽ തന്നെയും അത് ഈ ഭരണവർഗ താല്പര്യങ്ങളെ അതിലംഘിക്കുന്ന രീതിയിൽ ഉയർന്നു വരില്ല. അപ്പോൾ അതിനിടയ്ക്ക് ശരിക്കും ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കാനാണ് ഈ കോർപ്പറേറ്റ് മീഡിയ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിപ്പോൾ ഈ 2023 ഒരു വർഷം മുമ്പോ 2 വർഷമോ ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ സംഗതി ആലോചനകൾ വരുന്നത്. അതിന് പാരലായിട്ടാണ് ഈ പറഞ്ഞ മീഡിയ എന്ന് പറയുന്നത് ഇതും വന്നത്. അപ്പം അതിന് പ്രധാന കാരണമായിട്ട് ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു സംഗതി രൂപപ്പെട്ടത് ഈ പറഞ്ഞ പാരലൽ മീഡിയ കൂടി വളർന്നു വരാൻ ഇടയായിട്ടുണ്ട്. കാരണം ഇന്നലെ ഇപ്പോൾ എത്രയോ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ ദുവിരാട്ടിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പിന്നെ ഇയാൾക്ക് വലിയൊരു ക്രെഡിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ശരിയാണ്, ക്രെഡിറ്റ് കൊടുക്കണം. പക്ഷേ അയാൾ പോലും ഈ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഒരു പ്രതിപക്ഷത്തിൻ്റെതായ ഒരു സംഗതി ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു രൂപപ്പെട്ടതിന് ശേഷമാണ്, ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാര്യം ഈ പറഞ്ഞ ഒരു പ്രതിപക്ഷ സംഗതി രൂപപ്പെട്ട എല്ലാ തലത്തിലും രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഒരു പാരലൽ മീഡിയ എന്നുള്ള നിലയ്ക്ക് ഉയർന്നു വരികയും ധ്രുവറാട്ടിനെ പോലെയുള്ള ആൾക്കാർ അതിൻ്റെ ഒരു മെയിൻ ആളായിട്ട്, കാരണം അതിൽ ജനങ്ങളെ കൺസിഡർ ചെയ്യുമ്പോഴാണ് അയാൾ ഇന്നലത്തെ പോസ്റ്റിൻ്റെ ഒരു ഇത് പവർ ഓഫ് കോമൺ പീപ്പിൾ എന്ന് മനസ്സിലാക്കുന്ന ഒരു മാധ്യമപ്രവർത്തകന് അല്ലെ പ്രവർത്തകയ്ക്ക് മാത്രമേ അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ പറ്റും. കോർപ്പറേറ്റ് മീഡിയയ്ക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇപ്പം കേരളത്തിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു തരത്തിൽ സാധാരണക്കാരനെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരിലേക്ക് എത്തിച്ചേരുന്ന ഒരു മണ്ഡലം കേരളത്തിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതേ സ്ഥാനത്ത് ഓൺലൈൻ മീഡിയക്ക് ഇല്ല ശരിക്കും. കാരണം ഇവിടെ ഒരു പക്ഷേ ഈ മീഡിയ ഡെൻസിറ്റി കൂടിയതാണോ അതുകൊണ്ടോ എന്ന് അറിയില്ല. കാരണം ഓരോരുത്തരും ഓരോ കള്ളിയിലായിട്ട് ഓൾറെഡി ഇവിടെ പിന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അങ്ങനെ മെയിൻ സ്ട്രീമിന്റെ തന്നെ ഒരു അനുകരണമായിട്ടാണ് കേരളത്തിൽ നമുക്ക് ഫീൽ ചെയ്യാം റിപ്പോർട്ടിംഗ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഈ ധ്രുവറാട്ടിന്റെ പിന്നെ ശരിക്കും ഈ വീഡിയോകൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് ശരിക്കും മില്യൺ കണക്കിന് വന്നത്. സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി മാത്രമല്ല അത് പ്രചരിപ്പിക്കപ്പെട്ടത്. അത് അതിന്റെ കോപ്പികൾ എടുത്തിട്ട് ഗ്രാമാന്തരങ്ങളിൽ വലിയ സ്ക്രീനുകളിൽ പ്രദർശനം കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പം നേരത്തെ ബാബു പറഞ്ഞ ഒരു പോയിന്റാണ്. കാരണം ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇൻക്ലൂഡിങ് കോൺഗ്രസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ ഈ ഒരു അപ്രൈസിങ്ങിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് രൂപപ്പെടുന്നുണ്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചർച്ച രാജ്ദീപ് സർദേശായിൻ്റെ ഇത് നടക്കുന്ന സമയത്ത് യോഗേന്ദ്ര യാദവ് ഇന്ത്യ ടുഡേയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഗതി, ഈ മാറ്റങ്ങൾ ഇനി വഴിവെക്കാൻ പോകുന്നത് ആന്തോളൻ എന്നുള്ള പദമാണ് മൂപ്പര് പ്രയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു മൂവ്മെന്റ് എന്നുള്ള അർത്ഥത്തിൽ. അതായത് ഇന്ത്യയിൽ ഈ 10 വർഷം ഇല്ലാതായി പോയത് മൂവ്മെന്റ് ആണ്. അതായത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇല്ല. അങ്ങനെ ഉണ്ടാവാൻ ശ്രമിച്ച എല്ലാ മൂവ്മെന്റിനെയും BJP സർക്കാർ മുളയിലേ നുള്ളിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ ജയിലിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള ഫാസിസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാവുന്ന, പൂർണ്ണമായും ഫാസിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ കൊണ്ട് നേരിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആന്തോളൻ രൂപപ്പെടുക, ഇതിൽ യോഗേന്ദ്ര യാദവ് പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം വെച്ചാൽ ഇദ്ദേഹം UP പല യാത്രകളും പോയിട്ടുണ്ട്. മൂപ്പര് ഒരു പോൾസ്റ്റർ എന്നുള്ള ഉദ്യോഗം നേരത്തെ ഒരു 12 വർഷം മുമ്പ് ഉപേക്ഷിച്ചതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹം പോകുന്ന സമയത്ത് UP സാധാരണക്കാരനായിട്ട് ചർച്ച ചെയ്യുമ്പം ആദ്യത്തെ ഒരു 30-40 സെക്കൻഡ് മാത്രമാണ് യോഗി ആദിത്യനാഥിനെതിരായിട്ടോ മോഡിക്കെതിരായിട്ടോ സംസാരിക്കുന്നുള്ളൂ ജനങ്ങൾ. പിന്നെ ഒരു ഭയം വരികയാണ്. ആ ഭയം വരുമ്പം നിർത്തുകയാണ്. പക്ഷെ ആ ഭയത്തിൽ നിന്ന് തന്നെ വോട്ടെങ്ങനെ മാറും എന്നുള്ള സൂചന യോഗേന്ദ്ര യാദവ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഈ ഇന്ത്യ ടുഡേയിൽ തന്നെ ഇന്ത്യ ടുഡേ വിമർശിക്കുന്നുണ്ട് യോഗേന്ദ്ര യാദവ് ഇന്നലത്തെ ആ സംഭാഷണത്തിൽ. കാരണം അതിൽ ഈ പറഞ്ഞ ബഹുഭൂരിപക്ഷം വരുന്ന അർബൻ ജേർണലിസ്റ്റ് എന്നുള്ള പദം അദ്ദേഹം പ്രയോഗിക്കുന്നില്ല. പക്ഷേ ഈ ക്രീമി ലെയറിൻ്റെ മാത്രം പ്രശ്നങ്ങൾ അറിയാവുന്ന പിന്നെ ഒരു ജേർണലിസ്റ്റ് സമൂഹം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് ഈ പൾസ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് BJPക്കും പറ്റിയിട്ടില്ല. കാരണം BJPയും ഇതിൽ തന്നെ എന്തുകൊണ്ട് ഇവിടെ RSSും പരാജയപ്പെട്ടു നമ്മൾ പരിശോധിക്കണം. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഹബ്ബ് അല്ലെങ്കിൽ ഒരു വലിയ
വെബ് ഉള്ള ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതെ. അവർ ഇത്തവണ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റും. കാരണം വെച്ചാൽ അവർ ഈ 10 വർഷം അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള, അതായത് ഇന്ത്യയിൽ ഇപ്പം ഒരു സ്ഥലത്ത് ഒരു ഇലക്ട്രിസിറ്റി പ്രവഹിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും താഴെത്തട്ടിൽ വരെ സാമൂഹികമായിട്ട് എത്തിക്കാൻ കഴിവുള്ള ഒരു സംഘടനാ ശേഷി ഉള്ള ഒരു പ്രസ്ഥാനമാണ് RSS. ഗ്രാസ് റൂട്ടിൽ എത്തിക്കാൻ പറ്റും. പക്ഷെ അത് പരാജയപ്പെട്ടു എന്ന് കൂടിയാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് യു പിയിലാണ് ഏറ്റവും വലിയ സവിശേഷമായിട്ടുള്ള പരീക്ഷണങ്ങൾ RSS നടത്തിയിട്ടുള്ളത്. അതായത് അതിൽ എന്താ പറയുക, ശിവപക്ഷവാദികളും വൈഷ്ണവപക്ഷവാദികളും ആയിട്ടുള്ള ശാഖകൾ ഉണ്ടാക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വളരെയധികം നല്ല ഒരു ലാബാക്കി മാറ്റുകയും അതിനകത്ത് നിന്ന് ഹിന്ദുത്വ വിളയിച്ചെടുക്കുകയും ചെയ്യുന്നതിൽ RSSന്റെ പങ്ക് വളരെ വലുതാണ്. പക്ഷെ അവിടെ പോലും ഈ മാറ്റം വരുന്നുണ്ട്. അതായത് ക്ലാസ് എന്ന് പറയുന്ന സാധനത്തിന്, ഇന്ത്യയിലെ ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്ന സാധനം, അത് നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റുകാർ വിശേഷിപ്പിക്കുന്ന പോലെ അല്ലെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം, തൊഴിലില്ലായ്മ ഒരു പ്രശ്നമായിട്ട്, സമൂഹത്തിന്റെ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ജീവിത രീതികളിലുള്ള പ്രശ്നങ്ങൾ വലിയ ഇഷ്യൂ തന്നെയാണ് എന്നുള്ളതും അവിടെയാണ് SP മൈലേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരം സാധനങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ ആന്തോളൻ എന്നുള്ള സാധനത്തിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റുകൾ വരാനുള്ള പ്രതീക്ഷ ദുർബലമായ ഈ പുനർഭരണത്തിൽ രൂപപ്പെടും ഇന്ത്യയിൽ എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. മാധ്യമങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ശക്തമായ പ്രതിപക്ഷം രൂപപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനുള്ള വോട്ട് ഷെയറും സീറ്റ് ഷെയറും പ്രതിപക്ഷ കക്ഷികൾക്ക് കിട്ടിയിട്ടുണ്ട്. അത്ര എളുപ്പമായിരിക്കില്ല ഇനി നരേന്ദ്രമോദിയുടെ ഭരണം. കഴിഞ്ഞ 10 വർഷം നടത്തിയ പോലുള്ള അത്ര ഈസി ആയിട്ട് നിയമ സംവിധാനത്തെയോ ഒക്കെ മാറ്റിമറിക്കാനൊന്നും സാധിക്കില്ല. നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു സംഗതി കർഷക സമരം തന്നെയാണ്. കർഷക സമരം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്വാധീനമുണ്ട്. ഈ പറയുന്ന പോലെ ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു അത്. ആ മൂവ്മെൻ്റ് ആയിരിക്കാം ഒരു പക്ഷേ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ചിന്ത രൂപപ്പെടുത്തുന്നതിൻ്റെ ഒരു വിത്തായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഗതി കർഷക സമരമാണ്. അതിനുശേഷമാണ് സാധ്യമാവും ഒരു വർഷം നീണ്ട സമരത്തിനൊടുവിൽ ആ ബില്ലുകളെ പിൻവലിക്കേണ്ടി വന്ന ആ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തിന്റെ ആഗ്രഹചിന്ത പേറുന്ന ഒരു NDA സർക്കാരിനും മോദി സർക്കാരിനും അത്ര എളുപ്പമൊന്നുമല്ല ഇന്ത്യൻ ജനാധിപത്യത്തെ അങ്ങനെ അങ്ങ് അട്ടിമറിച്ചിടാൻ എന്നുള്ളൊരു സംഗതി രൂപപ്പെട്ടതും കൂടിയിട്ടാണ്. മാധ്യമങ്ങൾക്ക് കൃത്യമായി മൂലധനം ഇറക്കിയിട്ട് തന്നെയാണ് നരേന്ദ്രമോദി. ഓക്കെ, നമുക്കറിയാം ഒരു 5-6 കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുള്ളത്. അത് ഈ പറയുന്ന പ്രാദേശിക ഭാഷകളിലേക്ക് മുഴുവൻ അവർ വിന്യസിച്ചിട്ടുമുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ അതിഭീകരമായ മൂലധനം ഇറക്കിക്കൊണ്ട് നമ്മളൊന്നും അറിയാത്ത രീതിയിലും അറിഞ്ഞിട്ടുള്ള രീതിയിലുമൊക്കെ വളരെ സ്വാധീനശേഷി ചെലുത്തിയിട്ടുണ്ട്. ഇനിയുള്ള കാലം ഈ കോർപ്പറേറ്റ് മാധ്യമ ചങ്ങാത്തം ഈ മൂലധന താല്പര്യത്തോടെ ഇമ്പാക്റ്റോടു കൂടി തന്നെ നിലനിൽക്കുമെങ്കിലും പാരലൽ ജേർണലിസമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എന്നുള്ള ഫാക്ടർ നിലനിൽക്കുന്നുണ്ട്. അതല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വം മാറുന്നുണ്ട്. ഇന്ത്യ മുഴുവൻ ഒരുപക്ഷെ രൂപപ്പെട്ടേക്കാവുന്ന മൂവ്മെൻറ്റുകൾ, കാരണം ജനകീയ പ്രശ്നങ്ങളാണല്ലോ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നേരിടേണ്ടത്. ജേർണലിസം ഓഫ് കോഴ്സ് അങ്ങനെയാണ് നേരിടേണ്ടത്. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ സ്വഭാവം ഏതെങ്കിലും തരത്തിൽ ഭാവിയിൽ ഈ പ്രതിപക്ഷം രൂപപ്പെട്ടതുപോലെ തന്നെ മോദി മീഡിയ മാഞ്ഞില്ലാതായി പോകുന്നൊക്കെ ഉള്ളൊരു തോന്നുന്നുണ്ട്. അങ്ങനെയുണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രസക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമം എപ്പോഴും നിർവഹിക്കേണ്ട റോൾ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പോസിഷൻ്റെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള റോളാണ് നിർവഹിക്കേണ്ടത്. ശരിക്കും ഈ മെയിൻ സ്ട്രീം മീഡിയ പരാജയപ്പെട്ട സ്ഥലത്ത് ശരിക്കും ഒരു ഓപ്പോസിഷനായിട്ട് വരുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ബദൽ പാരലൽ മീഡിയാസാണ്. അപ്പോൾ ആ ഒരു റോൾ വളരെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതിപക്ഷത്തു നിന്നുള്ള മീഡിയയുടെ ഒരു പ്രസൻസ് നമുക്കിപ്പോൾ ഈ സാധാരണ ജനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദിയിലൊക്കെയാണല്ലോ അവരുടെ റിപ്പോർട്ടിങ് നടക്കുന്നത്. സാധാരണ ജനങ്ങളിലേക്ക് വളരെയധികം ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലുള്ള റിപ്പോർട്ടിങ്ങിനൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ മീഡിയയുടെ ഒരു പ്രസൻസും ഒരു ശക്തിയും കരുത്തും ഒക്കെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ അത് ആവശ്യകത ഉണ്ട്. അപ്പോൾ അതൊരിക്കലും അവഗണിക്കാൻ പറ്റില്ല. മെയിൻ സ്ട്രീമിന് പോലും അവഗണിക്കാൻ കഴിയില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അയോധ്യയിലുള്ള തോൽവിയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അയോധ്യയിൽ നേരിട്ട് റിപ്പോർട്ടിങ്ങിന് പോയ പലരും ഈ ബദൽ മീഡിയകളുടെ റിപ്പോർട്ടിങ് വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവിടെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം പണിത് കഴിഞ്ഞല്ലോ, അവിടെ പ്രതിഷ്ഠയും കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇനി ഞങ്ങൾക്ക് വേണ്ടത് അവിടെ വിദ്യുത് ശക്തിയാണ്, കുടിവെള്ളമാണ്, ശുദ്ധജലമാണെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ, തൊഴിലാണെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അവിടുത്തെ മനുഷ്യന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെ പറയുന്നുണ്ട്, യുവാക്കളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും റിപ്പോർട്ടിങ്ങിലേക്ക് വന്നില്ല. ഇപ്പോൾ ഈ UPയിലെ കാര്യം പറഞ്ഞ പോലെ UPയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BJPയുടെ വോട്ട് ബാങ്കുകളായിരുന്ന പിന്നോക്ക OBC വിഭാഗങ്ങളിൽ നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് തങ്ങളുടെ പക്ഷത്താക്കാൻ സമാജ്വാദി പാർട്ടി അവിടെ ഇത്തവണ പയറ്റിയായിട്ടുള്ള ഒരു ഫോർമുലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു തന്ത്രമായിട്ടല്ല, അത് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 400 വോട്ട് NDAക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭരണഘടന തിരുത്തും.
അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക സംവരണത്തിനെ ആയിരിക്കും. അതുകൊണ്ട് പിന്നോക്കക്കാർക്കും ഒബിസിക്കാർക്കുമുള്ള സംവരണം അപകടത്തിലാകുന്നുള്ള കൃത്യമായിട്ടുള്ള അനലിറ്റിക്കൽ ക്യാമ്പയിനാണ് അവിടെ സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അതൊന്നും പക്ഷേ ഒരു മെയിൻ സ്ട്രീം മീഡിയയുടെയോ ഒന്നും ഒരു കോർ സബ്ജക്റ്റായിട്ട് മാറിയില്ല. പകരം അവിടെ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ രാജിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ക്യാമ്പയിനാണ് നടന്നത്. അപ്പോൾ അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ഇനി അതായത് അവഗണിക്കപ്പെട്ടു പോയ നിരവധി വിഷയങ്ങൾ, അതായത് ഇല്ലാതായി പോയ നിരവധി വിഷയങ്ങളെ ഒരു അഡ്രസ്സ് ചെയ്യേണ്ടി വരാൻ നിർബന്ധിതരാകും ഈ മെയിൻ സ്ട്രീം മീഡിയ. അങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് സംഭവിക്കുക. അതായത് ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പലതരത്തിലാണല്ലോ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ശരിക്കും ഈ മീഡിയനെ പറ്റി, മെയിൻ സ്ട്രീം മീഡിയനെ പറ്റി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ അല്ല നമ്മൾ വെക്കേണ്ടത് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസോ ടൈംസ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ നാഷണൽ ഇതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഇപ്പം ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷവും ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് ഒരു പത്രങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഞാൻ എല്ലാ ദിവസവും രാവിലെ വായിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. അത് കുറച്ചും കൂടി ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത് പോന്നിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നിൽക്കാനും പറ്റുന്നുണ്ട്. എന്നാൽ മറ്റു പത്രങ്ങൾ ഇവർക്കൊക്കെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ഞാനിപ്പം പറയുന്ന ഒരു ഉദാഹരണം മലയാള മനോരമ കഴിഞ്ഞ ഇലക്ഷനിൽ, അതായത് പിണറായി വിജയൻ്റെ 2ാം വരവിൽ കാണിച്ച ഒരു പെട്ടെന്ന് നടത്തിയ ഒരു മലക്കം മറിച്ചിലുണ്ട്. കാരണം വെച്ചാൽ ഒരു വലിയ ക്യാമ്പയിൻ ആയിരുന്നു മലയാള മനോരമ ഏറ്റെടുത്തത്. കാരണം പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെ വെച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനിൽ കൂടി ഏതാണ്ട് പിണറായി തോറ്റുപോകും എന്നുള്ള 2ാം വരവിലേക്ക് വരില്ല എന്ന് തോന്നിപ്പിച്ച ക്യാമ്പയിനായിരുന്നു മലയാള മനോരമ നടത്തിയത്. പക്ഷേ വിജയിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു 3-4 ദിവസങ്ങൾ മനോരമ എന്ത് ചെയ്തു നോക്കിയാൽ മതി. മനോരമയാണ് ഏറ്റവും വലിയൊരു, അതായത് ലോകത്ത് തന്നെയുള്ള ഏറ്റവും വലിയൊരു മിശിഹായുടെ രൂപത്തിലേക്ക് പിണറായി വിജയനെ കൊണ്ടുവരികയും പെട്ടെന്ന് ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാതരം ക്യാമ്പയിനും നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ മനോരമ തന്നെ ഏറ്റെടുത്തു. അപ്പോൾ മെയിൻ സ്ട്രീമായി നിൽക്കുന്നത് തന്നെ ഇതിൻ്റെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുമ്പം അത്തരത്തിലുള്ള ഒരു അദൃശ്യ മൂലധനമൊന്നും മലയാള മനോരമയിൽ നിന്നും നമുക്ക് ആരോപിക്കാൻ പറ്റുകയില്ല. ഒരു ദൃശ്യമായിട്ടുള്ളതും വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മൂലധനം വെച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ താല്പര്യം കോർപ്പറേറ്റ് താല്പര്യമാണ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് താല്പര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു താല്പര്യത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് വളരെ ശക്തവുമാണ്. ഈ പറഞ്ഞ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സും അല്ലെങ്കിൽ അത് സാമ്പത്തികമായിട്ട് മാനേജ് ചെയ്യുന്ന രീതിയും അത് വളരെ ശക്തമായിട്ട് എന്ത് ഷിഫ്റ്റ് വേണമെങ്കിലും നടത്താം. ഇപ്പം ഇന്നിപ്പം BJP മോഡി ഇന്നലെ തോറ്റു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു രാഹുൽ പക്ഷ പൊളിറ്റിക്സ് ഉണ്ടാക്കുന്നതിൽ മെയിൻ സ്ട്രീമിൻ്റെ പ്രശ്നമൊന്നുമില്ല. അവിടെ എന്താ വെച്ചാൽ അവിടെ ഒരു സന്ദേഹത്തിനും സാധ്യതയില്ല. കാരണം വെച്ചാൽ അത് ഓൾറെഡി റിച്ച് ആയിട്ടുള്ള ഒരു മൂലധന വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഇപ്പം NDTV ആണെങ്കിലും ശരി, ടൈംസ് നൗ ആണെങ്കിലും ശരി, ഇന്ത്യ ടുഡേ ആണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഒരു ബുദ്ധിപരമായിട്ടൊരു എന്താ പറയുക ഒരു സ്റ്റാൻഡ് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇപ്പം നാളെ ഇല്ല അങ്ങനെ ചെയ്യില്ല. നാളെ ഇപ്പം ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ടൈംസ് നൗവിൻ്റെ ലേഖകൻ അതോ ശരി ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഇതാ ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നു, അതൊന്ന് പുറത്തു കൊണ്ടുവന്നാളെ എന്നൊന്നും വിചാരിക്കുന്നില്ല. പുറത്ത് രൂപപ്പെടുന്ന രാഷ്ട്രീയ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സപ്പോർട്ട് ചെയ്യല്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം അണ്ണാ ഹസാരയുടെ മൂവ്മെന്റിനെ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന നാഷണൽ മീഡിയ തന്നെയാണ്. പക്ഷേ അണ്ണാ ഹസാരയുടെ മൂവ്മെന്റോ ഇപ്പം കെജ്രിവാൾ ജയിലിൽ പോയാലും അതും ആഘോഷം, ജയിലിന് പുറത്തു വന്നാലും ആഘോഷം. ഇതാണ് മെയിൻ സ്ട്രീം മീഡിയ. റിയാലിറ്റീസിനെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റും. റിയാലിറ്റീസിൽ ഇപ്പം കണ്ടില്ല എന്നൊന്നും നടിക്കുന്നില്ല, റിയാലിറ്റീസ് കാണുന്നില്ല എന്നേ ഉള്ളൂ. കണ്ടതിനെ കാണുന്നില്ല എന്നൊന്നും നടിക്കുന്നില്ല. കാരണം എവിടെയെങ്കിലും പട്ടിണി ഉണ്ടെങ്കിൽ പട്ടിണീനെ വളരെ ഇതായിട്ട് ഏറ്റവും ഇതായിട്ട് നല്ല ചിത്രങ്ങളോടുകൂടി കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ അതൊരു നമ്മൾ പറയുന്ന പോലെ ഒരു ക്യാമ്പയിൻ മൂഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മെയിൻ സ്ട്രീം മീഡിയ ഒരു കാലത്തും ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ ഗോയങ്കയുടെ കാലത്തൊക്കെ ഉള്ള എക്സ്പ്രസ്, ഇപ്പം ഞാൻ പറഞ്ഞ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ്, അങ്ങനെയുള്ള ചില സംഗതികൾ ഇപ്പം പക്ഷെ പെട്ടെന്ന് ഇതിനൊരു മാറ്റം വന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ മോഡിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 2ാം ഫേസ് കഴിഞ്ഞപ്പോൾ മോഡി ഒരു ശതമേൽക്കും എന്നുള്ളൊരു തോന്നൽ പൊതുവെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു. മോദി വിമർശനങ്ങൾ പബ്ലിഷ് ചെയ്യാൻ ഹിന്ദുസ്ഥാൻ ടൈംസ് തുടങ്ങി, ബാക്കിയുള്ള പത്രങ്ങൾ തുടങ്ങി, ചാനലുകളിൽ അങ്ങനത്തെ ചർച്ചയിൽ രൂപപ്പെട്ടു. ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പക്ഷേ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു മാധ്യമ സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെയുള്ള ഒരു കോർപ്പറേറ്റ് ജേർണലിസത്തിന് സാധിക്കില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇപ്പം വയർ പോലെയുള്ള സംഗതികൾ. വയറിന്റെ ഒരു കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മീഡിയക്കകത്തുള്ള ഏറ്റവും നല്ല ജേർണലിസത്തിന്റെ ഒരു ഉദാഹരണമാണ് അത് കാണിക്കുന്നത്. എന്നാൽ നമ്മളിപ്പം പലരും ഇവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, കാരണം ഇന്ത്യ ടുഡേ കംപ്ലീറ്റ് മോഡി ഭക്തരായി മാറി, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് മോഡി ഭക്തരായി മാറി. അങ്ങനെയൊന്നും ഇംഗ്ലീഷ് മീഡിയയിൽ സംഭവിച്ചിട്ടില്ല. എന്നാൽ യഥാർത്ഥ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നതിലും കൊണ്ടുവരില്ല. അതുപോലെ ഹിന്ദുവിനെതിരായിട്ടൊരു ക്യാമ്പയിൻ, ഹിന്ദു കണ്ടോ മാറിപ്പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഹിന്ദു അങ്ങനെ ഒരുപാട് പ്രഷർ ഹിന്ദു അനുഭവിക്കുന്നുണ്ടാവും. എന്നാൽ പോലും ഇന്നും നമുക്കൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വിശകലനം
അതായത് ഈ മോഡി വിരുദ്ധ സംഗതികളിലുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള വിശകലനങ്ങൾ ഒരുപാട് വരുന്ന ഒരു മാധ്യമ പ്രസ്ഥാനം തന്നെയാണ് ഹിന്ദു. നമ്മളത് കാണണം. അങ്ങനെയുള്ള എന്ന് വിചാരിച്ചിട്ട് ഇപ്പം പണ്ട് സായിനാഥ് ചെയ്ത പോലെ ഗ്രാമങ്ങളിലേക്ക് പോയി ഇറങ്ങുന്നു, ഇവിടെ വരൾച്ചയുണ്ട്, ഇവിടെ പിന്നെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളെ ഒരു നാഷണൽ മീഡിയ അവതരിപ്പിക്കുന്ന രീതിയിൽ ഇനി നാളെ എന്ത് ചെയ്തോളാം. പക്ഷെ അതില് നമ്മളിപ്പോ കമൽറാം സജീവ് സംസാരിക്കുന്നത് നാഷണൽ മീഡിയയിലെ പത്രങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമായ മൂലധന ബേസ് ചരിത്രപരമായി തന്നെ ഉള്ള ആ ഒരു ലെഗസി കീപ്പ് ചെയ്യുന്ന പത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ലെഗസി എന്ന് പറയുന്നത് ലെഗസിനെ അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. ലെഗസി എന്ന് പറയുന്നത് ഇപ്പൊ ടൈംസ് നൗവിന്റെ ലെഗസി എന്ന് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യന്റെ കൂടിയിട്ടാണ്. ഇന്ത്യ ടുഡേ പിന്നെ ടെലിവിഷന്റെ ലെഗസി എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമല്ല ഇന്ത്യ ടുഡേയുടെ ലെഗസി. കാരണം രാജ്ദീപ് സർദേശായി അവിടെ ഇരിക്കുന്നു. ഇന്ത്യ ടുഡേ ഒരു എഡിറ്റോറിയൽ പോളിസി അതിനകത്തുണ്ട്. ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസിന് നേരിട്ട് മീഡിയയിലായിരിക്കാം, അല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ പറയുന്ന പിന്നെ ന്യൂസ് 18 പോലെയുള്ള സംഗതികൾ, അല്ലെങ്കിൽ അദാനി നേതൃത്വം കൊടുക്കുന്ന മറ്റ് സംഗതികൾ, ഇതിനൊക്കെ വേറെ ഉണ്ടാവും. പക്ഷേ ലെഗസി എന്ന് പറയുന്നത് പെട്ടെന്ന് രൂപപ്പെടാം. നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൊന്നും വേണ്ട ലെഗസി ഉണ്ടാവാൻ. അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല. നമ്മൾ ഈ കഴിഞ്ഞൊരു 10-15 വർഷത്തിനുള്ളിൽ പത്രങ്ങളുടെ വിശകലനങ്ങൾ, അതിൻ്റെ ഒരു എഡിറ്റ് പേജിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വിശകലനങ്ങൾ, അത് എങ്ങനെ ഫ്രണ്ട് പേജിനെ കൈകാര്യം, അതിനെയൊക്കെ വിട്ടിട്ട് ടെലിവിഷൻ ജേർണലിസത്തിന്റെ ഒരു അപ്രമാദിത്വം കിട്ടിയിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയിട്ടാണ്. അർണബ് ഗോസ്വാമിയെ പോലുള്ള ആളുകൾ അവർ ചർച്ചയുടെ സ്വഭാവങ്ങൾ മാറ്റുന്നത് കൃത്യമായ പക്ഷപാതിത്വത്തോട് കൂടിയിട്ട് ജേർണലിസം എന്ന് പറയുന്നത് ടെലിവിഷൻ ആങ്കർമാരാണെന്നും അവര് നിശ്ചയിക്കുന്ന അജണ്ടയാണെന്നും മാറുന്നുണ്ട്. അത് പിന്നെ ഹിന്ദി ജേർണലിസത്തിലോ ഇംഗ്ലീഷ് ജേർണലിസത്തിലോ മാത്രമല്ല. ഇവിടെ ഞാൻ ഇപ്പം അടുത്ത കാലത്ത് ഞാനിപ്പോൾ വീണ്ടും പിന്നെ മലയാളം ജേർണലിസം അടുത്ത കാലത്ത് ഈ ജോലിയുടെ ഭാഗമായിട്ട് നോക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോരമയ്ക്കോ മാതൃഭൂമിക്കോ ഒന്നും ഒരിക്കലും ഒരു നല്ല ടെലിവിഷൻ ജേർണലിസം നടത്താൻ പറ്റുകയില്ല. അത് ഈ ലെഗസീൻ്റെ പ്രഷർ അവർ അനുഭവിക്കുന്നുണ്ട്. കാരണം വളരെ ഭീകരമായിട്ടുള്ള അലർച്ചയും വളരെ ട്രിവിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നെയ്വ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സുമാണ് ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ ടെലിവിഷനിൽ നടന്നുകൊണ്ടിരുന്നത്. അത് ഒരു മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു ആഡ് ഏജൻസിൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം സംസാരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ചില ജ്വല്ലറി ഗ്രൂപ്പുകളും ചില തുണി സ്ഥാപനങ്ങളൊക്കെ ഇതിന് പരസ്യം കൊടുക്കുന്നതിനെക്കുറിച്ച് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ വളരെ നൈവായിട്ടുള്ള ആർഗ്യുമെന്റ്സ്, അതിനകത്ത് വിശ്വാസ്യത എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. കാരണം അട്ടഹസിക്കുക, ആർക്കുക തുടങ്ങിയ സാധനങ്ങളാണല്ലോ ഈ ടെലിവിഷൻ അവതാരകന്മാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിടയിൽ തങ്ങളുടെ പ്രോഡക്റ്റും അതുപോലെ തന്നെയുള്ള ഒരു സംഗതിയാണോ നിലവാരം കുറഞ്ഞ, വളരെ നിലവാരം കുറഞ്ഞ, കാരണം ഏറ്റവും നല്ല ഗോൾഡാണ് ഞങ്ങൾ വെക്കുന്നതെന്ന് പറയുക. പക്ഷേ ഈ അതിനിടയിൽ വരുന്ന ഈ ആക്രോശ ശബ്ദങ്ങൾ മുഴുവൻ യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗ്രാവിറ്റി ഇല്ലാത്ത ശബ്ദം വരുന്നു. അതിനിടയിൽ ഈ സ്വർണം വന്ന് കയറുമ്പോൾ ഇതിന്റെ സ്വർണത്തിന്റെ മൂല്യം കുറഞ്ഞു പോകുമെന്ന് പേടിക്കുന്നതായിട്ട് ഈ പറഞ്ഞ ഒരു ആഡ് ഏജൻസിയുടെ, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആഡ് ഏജൻസിയുടെ ഒരു ഹെഡ് എന്നോട് സംസാരിക്കുകയുണ്ടായി. കാരണം അത് സ്വാഭാവികമായിട്ട് രൂപപ്പെട്ട് വരുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരു സ്ത്രീ സീരിയലിൻ്റെ ഇടയിൽ ഒരു തുണിയുടെ പരസ്യം കൊടുക്കുന്നത് എത്രമാത്രം യാഥാർത്ഥ്യമുള്ളതായും പെങ്കിളിയിൽ അതിനൊരു യുക്തിയുണ്ട്. പക്ഷേ ന്യൂസ് പോലെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട സംഗതിനെ വളരെ നെയ്വായിട്ട് അവതരിപ്പിക്കുക. കാരണം യാതൊരു തരത്തിലുള്ള വസ്തുനിഷ്ഠവും അല്ലാണ്ട് അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് വരുന്ന സ്വർണത്തിൻ്റെ പരസ്യം അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു തുണിയുടെ പരസ്യമൊക്കെ വളരെ അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അത് നമ്മൾ പറയുന്നതല്ല, ആ പരസ്യം കൊടുക്കുന്ന ആൾക്കാർ കൂടി ചിന്തിക്കേണ്ടതാണ് ഇത്തരം മീഡിയയിലാണോ പരസ്യം കൊടുക്കേണ്ടത് എന്നുള്ളത്. കാരണം വസ്തുതാപരമായിട്ട് നിലനിൽക്കാത്ത ഒരു സ്പേസിൽ. ബാബു, നമ്മളിപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോഴേ കേരളത്തിലെ മീഡിയയിലും ഈ പറഞ്ഞ എക്സിറ്റ് പോളുകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് തെറ്റായി പോയിട്ടുണ്ട്, അതും തെറ്റായി. UDF ഇത്രയും ഒരു വലിയ ഭൂരിപക്ഷവും കിട്ടുമെന്നോ ഇത്രയും വോട്ട് ഷെയർ കിട്ടുന്നോ സീറ്റ് കിട്ടുമെന്നോ അല്ല ഈ എക്സിറ്റ് പോളുകളൊന്നും പ്രവചിച്ചിരുന്നത്. NDAയുടെ സീറ്റിനകത്തും ഈ പറഞ്ഞ മോദി സർക്കാരിന് അനുകൂലമായിട്ട് 1 മുതൽ 5 വരെയൊക്കെ സീറ്റ് പ്രവചിച്ച എക്സിറ്റ് പോളുകൾ ഉണ്ടായിട്ടുണ്ട്. LDFനും കൂടുതൽ ഈ UDF ഈ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷമോ വിജയമോ മുൻകൂട്ടി കാണാൻ ഈ പറയുന്ന രീതിയിലല്ലെങ്കിൽ പോലും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലോ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലോ ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്നത് എന്താണ് എന്ന് അവിടുത്തെ മീഡിയ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഗ്രൗണ്ട് ലെവലിൽ എന്ത് നടക്കുന്നു എന്നും ഇവിടുത്തെ മീഡിയയും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ വ്യാജമായിട്ട് അവകാശപ്പെടുന്ന ബൗദ്ധികതയോ പ്രബുദ്ധതയോ ഒന്നും ഈ പറഞ്ഞ എക്സിറ്റ് പോളുകളിലൊന്നും നമ്മൾ പ്രതിഫലിച്ച് കണ്ടില്ല. എന്ന് മാത്രമല്ല, UDFന്റെ ഭൂരിപക്ഷം 2019 തെരഞ്ഞെടുപ്പിലെ UDFന് കിട്ടിയ ഭൂരിപക്ഷത്തിന് പല മണ്ഡലങ്ങളിലും ഇരട്ടിയും 2 ഇരട്ടിയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിനൊന്നും സ്മെല്ല് ചെയ്യാനോ മണത്തറിയാനോ നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയക്കും കഴിഞ്ഞിട്ടില്ല. ഇവിടെ പാരലൽ മീഡിയ എന്ന് പറയുന്ന സംവിധാനം മറ്റുള്ളതുപോലെ അത്ര സജീവമല്ല. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഇവിടെ ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത്? അതെ, അത് മുൻകൂട്ടി കാണാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെ 10 മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിൽ കൂടുതലാണ് ഭൂരിപക്ഷം.
10 മണ്ഡലങ്ങൾ അത് അതിൽ പലതും കഴിഞ്ഞ പ്രാവശ്യം 40,000 50,000 എന്നൊക്കെ പറഞ്ഞു നിന്നിരുന്നു. അതായത് 8 മണ്ഡലങ്ങളും മലബാറിലാണ്. 7 മണ്ഡലങ്ങളും മലബാറിൽ. 2 ലക്ഷത്തിൽ കൂടുതൽ തന്നെ 4 മറ്റോ ഉണ്ട്. അതെ, അതൊരു വലിയ ഡിഫറൻസ്, ശരിക്കും ട്രെൻഡ് എന്നും പറഞ്ഞ അല്ലേ, ഒരു വലിയ ട്രെൻഡ് ഉണ്ട് അതിനകത്ത്. അപ്പൊ അതിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പിന്നെ വോട്ടർമാരുടെ ഒരു മുന്നിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു 50% ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം കൂട്ടാണെങ്കിൽ 50% വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭാഗത്തിന് ഇപ്പം കേന്ദ്രത്തിൽ ഒരു സംഘപരിവാർ വിരുദ്ധമായ അല്ലെങ്കിൽ സംഘപരിവാറിനല്ലാണ്ട് അല്ലാതെ ഒരു സർക്കാർ രൂപീകരിക്കാൻ ശേഷിയുള്ള ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് CPIM ഒരു പ്രതിസന്ധി പോലെ അനുഭവിച്ചൊരു സംഗതിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ചില ലെഫ്റ്റ് പ്രൊഫൈലുകൾ ഇട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു മുന്നണി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാന്നിധ്യം മുന്നിൽ വോട്ടർമാരുടെ മുന്നിൽ ഇങ്ങനെ ദൃശ്യപ്പെട്ടത് കൊണ്ടാണ് CPM വോട്ട് കുറഞ്ഞത്, അല്ലെങ്കിൽ സീറ്റ് കിട്ടാതെ പോയതെന്ന്. കാരണം ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ അതിലെ വലിയ പാർട്ടിയായ കോൺഗ്രസ് ഉണ്ട്, ആ കോൺഗ്രസും UDF ഉണ്ട്. അതുകൊണ്ട് വോട്ട് പിന്നെ LDF ചെയ്യാതെ ശരിക്കും ഇവർ LDF ചെയ്യേണ്ടിയിരുന്നത്. കാരണം സംഘപരിവാർ അങ്ങനെയാണ് ധാരണ. സംഘപരിവാറിനെതിരായിട്ട് ഏറ്റവും നന്നായി പോരാടുന്ന, പാർലമെൻറ്റിലായാലും പുറത്തായാലും പോരാടുന്ന LDF ചെയ്യാതെ UDF ചെയ്യാനുള്ളൊരു കാരണം ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണിയുടെ സാന്നിധ്യം ഉണ്ടായതാണ് എന്നുപോലും പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പോകുന്ന MP ലോകസഭയിൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടോ, പ്രസംഗിക്കുന്നുണ്ടോ എന്നതിനേക്കാൾ ഉപരി ഒരു നിർണായക സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് സാധാരണ വോട്ടർമാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലൊരു സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള വിദൂര സാധ്യതയെങ്കിലും ഉള്ള ഒരു പാർട്ടിക്കും മുന്നണിക്കും വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ഇത്രയും ആഴത്തിൽ വരും എന്നുള്ളത് ഒരു എക്സിറ്റ് പോളിനും മീഡിയയ്ക്കും കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഭൂരിപക്ഷം കാണിക്കുന്ന അങ്ങനെ ഇപ്പം വടകര തന്നെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 85,000 മറ്റാണ് മുരളീധരൻ്റെ 85 ഭൂരിപക്ഷം. അതിനേക്കാളൊക്കെ എത്രയോ മുന്നോട്ട് പോയി 1-14 എന്നുള്ള ഒരു സ്ഥലത്ത് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പ്രതിഫലിച്ചത് ഇപ്പോൾ കോഴിക്കോടും വലിയ ഭൂരിപക്ഷം പറഞ്ഞ പോലെ മലബാറിലെ ഇപ്പം താരതമ്യേന മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ള ഈ മലബാർ മേഖലയിൽ വൻ ഭൂരിപക്ഷം ഈ UDF കിട്ടാനുള്ള ഒരു കാരണം ഇതാണ്. അപ്പോൾ അത് അത്രയും ആഴത്തിലേക്ക് ചെന്നിക്കുന്നുള്ളത് ഒരുപക്ഷെ എനിക്ക് മീഡിയക്ക് കാണാൻ പറ്റാത്ത പോയതായിരിക്കും. തൃശ്ശൂരിലെ റിസൾട്ട് നമ്മുടെ മീഡിയ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ സുരേഷ് ഗോപി ഒരു പെട്ടെന്ന് പറന്നിറങ്ങി ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ക്യാമ്പയിനൊക്കെ നടത്തി, പൊള്ളയായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നടത്തി ജനങ്ങളെ ആകർഷിച്ച് നേടിയെടുത്ത ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു റിസൾട്ട് എന്നുള്ള രീതിയിലാണ് മിക്കവാറും മീഡിയകൾ അതിനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ അവിടെ നടന്ന ഇപ്പോൾ മൂന്നാമത് നിൽക്കുന്ന ഒരാൾ 1-ാം സ്ഥാനത്തേക്ക് വരിക, 75,000-ലേറെ വോട്ടിന് ഭൂരിപക്ഷം നേടുക, സമാഹരിക്കാൻ കഴിയുക. അവിടെ നടന്ന രാഷ്ട്രീയമായിട്ടുള്ള അടിയൊഴുക്കുകളോ, ഇപ്പോൾ മുരളിയെപ്പോലുള്ള ഒരു സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു, LDF ആകട്ടെ വളരെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള CPIക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സുനിൽകുമാർ. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ട് ഇദ്ദേഹത്തിന് ഇത്രയേറെ ഭൂരിപക്ഷം കിട്ടുന്നു. അവിടെയുള്ള പൊളിറ്റിക്കലായിട്ട് നടന്ന സംഭവങ്ങളെ മുഴുവനും അണ്ടർലൈനിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിജയമാണെന്നുള്ള തരത്തിലുള്ള ഒരു പൈങ്കിളി കഥയാണ് ഇപ്പോൾ നമ്മുടെ മീഡിയാസൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഈ റിയാലിറ്റീസിനെ കാണാത്ത തരത്തിലുള്ള റിപ്പോർട്ടിങ് ഇപ്പോഴും തുടരുന്നതായിട്ട് നമുക്കിപ്പോൾ ഈ റിസൾട്ടിൻ്റെ അനാലിസിസിൽ പോലും കാണാൻ കഴിയും. തൃശ്ശൂരിൽ എനിക്ക് തോന്നുന്നത് അത് ഒരുപക്ഷെ മീഡിയ അത് മറച്ചു പിടിക്കുന്ന ഒരു കാര്യം അതിലുണ്ടാവും. കാരണം ഈ കോൺഗ്രസിന് 86,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2019 കോൺഗ്രസിന് കിട്ടിയ വോട്ട് നോക്കുമ്പോൾ കൃത്യം സുനിൽകുമാറിന് ശരി കഴിഞ്ഞ LDF സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടിനേക്കാൾ കൂടുകയാണ് ചെയ്തത്. 4,000 വോട്ടിന്റെ കോൺഗ്രസിനാണ് വലിയൊരു ഇടിവ്. 86,000 ഉള്ളിൽ കലാപവും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരം കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അവിടെ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതിന് പകരം ഇദ്ദേഹത്തിന് ഒരു വേറൊരു ബിംബമാക്കി വെച്ചിട്ട്
പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സുരേഷ് ഗോപി മാധ്യമങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് മാത്രമായിരിക്കുമോ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പക്ഷേ അധികാരത്തിൽ വന്നേക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് സംഭവം സത്യമാണ്. കേരളത്തിലെ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോഴും UDF അല്ലെങ്കിൽ കോൺഗ്രസിന് അപ്രമാദിത്വം കിട്ടുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെയാണ് വരാറുള്ളത്. അതിൽ തർക്കമൊന്നുമില്ല. അതിന് എന്താ പറയുക, അതല്ലാത്ത എക്സെപ്ഷൻസും ചില വർഷങ്ങളിൽ LDF കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ ഭൂരിപക്ഷത്തിന്റെ വലിയ ഡിഫറൻസ് കാണുന്ന സമയത്ത് തോന്നുന്നൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, അത് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യ സഖ്യം ത്തിൻ്റെ LDFും UDFും ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുമ്പോഴും ഇടതുപക്ഷം ക്യാമ്പയിനിലൊക്കെ ഉയർത്തിയിരുന്ന ഒരു വിഷയം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇടതിൻ്റെ ഒരു സാന്നിധ്യം, അത് ആശയപരമായ സാന്നിധ്യം. ഒരു ഇന്ത്യ സഖ്യം രൂപപ്പെടുന്ന സമയത്ത് അതിനെ പ്രത്യയശാസ്ത്രപരമായി അതിനെ നയിക്കാൻ അല്ലെങ്കിൽ തിരുത്താൻ അല്ലെങ്കിൽ അതിനൊരു ശക്തമായ സാന്നിധ്യമാവാൻ ശേഷിയുള്ളത് ഇടതുപക്ഷത്തിനാണെന്നും ആ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം എന്തുകൊണ്ട് പ്രധാനമാണെന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് LDF ഇവിടെ ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളത്. തിരിച്ചിപ്പുറത്ത് UDF ക്യാമ്പയിനിൽ ഇടതിൻ്റെ സാന്നിധ്യമല്ല, ഇടതിൻ്റെ സംസ്ഥാന ഭരണത്തിലെ പാളിച്ചകൾ അവർ ക്യാമ്പയിനിൽ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുനിൽകുമാറുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഗ്രൗണ്ടിലേക്ക് ഞാൻ ചോദിച്ചിരുന്നു, അതായത് നാഷണൽ വിഷയമാണോ ചർച്ച ചെയ്യുന്നത്, പ്രാദേശിക വിഷയം ഇതിനകത്ത് ഘടകമാണോ എന്ന് ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞൊരു മറുപടി ഉണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ എത്രയൊക്കെ നാഷണൽ വിഷയം പറയുമ്പോഴും അവിടെ ഒരു നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തെ സമഗ്രാധിപത്യത്തെ പറ്റി സംസാരിക്കുമ്പോഴും വോട്ട് ചോദിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരവിടെ കുടിവെള്ളം കിട്ടാത്ത പ്രശ്നവും റോഡ് നന്നാക്കാത്ത പ്രശ്നവും തന്നെയാണ് ഈ ലോക്സഭാ സ്ഥാനാർത്ഥിയോടും പറയുന്നത്. അത് കൃത്യമായിട്ടും പ്രതിഫലിക്കുന്നത് അവിടെ ഇല്ലാത്ത കാര്യങ്ങളാണ്. അതായത് ഇടത് നിലനിൽക്കുന്ന മറ്റൊരു തുടർഭരണമായിട്ട് നിലനിൽക്കുന്ന LDF സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസം കാണുന്ന സമയത്ത്, കഴിഞ്ഞ പ്രാവശ്യം 2019 രാഹുൽ തരംഗം ഉണ്ടായിരുന്നു, എന്നിട്ട് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം ഉണ്ട് എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു ഇടതു വിരുദ്ധ തരംഗം ഈ UDF റിസൾട്ടിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് പറയുമ്പോഴേ ശരിക്കും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരു നന്ദികേട് എന്നുള്ള സാധനം രണ്ടാമതും ദൃശ്യവൽക്കരിക്കപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയെ തന്നെ കേരളം തെരഞ്ഞെടുത്ത് വിടുന്നുണ്ട് ലോക്സഭയിലേക്ക്. ഇപ്പം മോഡിയുടെ ആ രാഷ്ട്രീയത്തിന് ഏറ്റവും ചെറുക്കേണ്ട സന്ദർഭത്തിൽ ഒരു BJP MPയും നമ്മൾ പറഞ്ഞേക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇൻകുംബൻസി ഫാക്ടർ എന്ന് പറയുന്നത് ഏത് തെരഞ്ഞെടുപ്പിലും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒരു വാർഡ് തല തെരഞ്ഞെടുപ്പിൽ പോലും പ്രതിഫലിക്കും. അതായത് അങ്ങനെ സംഭവിക്കാനുള്ള ന്യായവുമുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ പെട്ടിരിക്കുന്ന ക്രൈസിസ്, മീഡിയ പെട്ടിരിക്കുന്ന ക്രൈസിസ്, നമ്മളിപ്പം വിശകലനം ചെയ്യുമ്പോൾ ഉള്ള ക്രൈസിസ്, അല്ലെങ്കിൽ വോട്ടർമാർ പെട്ടിരിക്കുന്ന ക്രൈസിസ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടിനെ വെച്ചുകൊണ്ട് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും. കാരണം BJP ആണ് നിങ്ങൾക്ക് പുറത്തു നിർത്തണം എന്ന ആഗ്രഹമുള്ളതെങ്കിൽ ഇപ്പുറത്ത് ഒറ്റക്കെട്ടായി നിൽക്കലേ രക്ഷയുള്ളൂ. അത് സ്റ്റാലിൻ്റെ അല്ലെങ്കിൽ DMKയുടെ ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത്രയും ഗംഭീരമായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ BJP എതിർക്കുക മാത്രമല്ല, BJPക്ക് വരാൻ പോകുന്ന അവസരങ്ങൾ ഈ മുന്നണികൾ നിലനിൽക്കുകയാണെങ്കിൽ BJP വലിയ ഇൻറോഡ്സ് കേരളത്തിലെ പൊളിറ്റിക്സിൽ ഉണ്ടാക്കും. ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു 5, 10, 15 സീറ്റുകളിൽ ജയിക്കാനുള്ള ക്ഷമത BJPക്ക് ഉണ്ട്. 3 മണ്ഡലങ്ങളിൽ 3 ലക്ഷത്തിലേറെ വോട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് പൊതുവെ ഇവിടെയുള്ള തിരുവനന്തപുരം ഭാഗ്യത്തിനാണ് ശശി തരൂർ ജയിച്ചിട്ടുള്ളതും അല്ല, ഞാൻ പറഞ്ഞത് ഒരു ഭാവിയിലേക്കുള്ള BJPയുടെ ഒരു സ്ട്രാറ്റജി അത്രയ്ക്ക് ഗംഭീരമായിട്ട് വരികയാണെങ്കിൽ ഈ ത്രികോണ മത്സരം എന്നുള്ള സാധനത്തിനെ പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് BJP ചെയ്യേണ്ട സ്ട്രാറ്റജി. അത് ചെയ്യുന്ന സമയത്ത് ഈ ഒന്നിച്ചുള്ള ഇപ്പൊ സുനിൽകുമാറിന്റെയും മുരളീധരന്റെയും കൂടി വോട്ട് നോക്കുകയാണെങ്കിൽ അത് ഒരിക്കലും മറ്റേതിനേക്കാളും കൂടുതലാണ്. അല്ല, BJPന്റെ പ്രാവശ്യത്തെ വോട്ടിംഗ് അവർ കിട്ടിയിട്ടുള്ള വോട്ട് ഷെയറിൽ വലിയ കുതിപ്പുണ്ട്. പക്ഷെ അത് ന്യായമാണ്. തൃശ്ശൂർ മാത്രമല്ല, മൊത്തത്തില് അല്ല, ന്യായമായ കുതിപ്പേ ഉള്ളൂ. കാരണം പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 15% മാത്രം വോട്ടുണ്ടായിരുന്നു, ഇപ്പൊ 19% എത്തിയിട്ടുണ്ട്. ഉണ്ടാവും തീർച്ചയായിട്ടും. ഇനി കേരള രാഷ്ട്രീയത്തിലെ വലിയ പ്രബലമായ ഒരു കക്ഷിയായിട്ട് മാറാൻ പോവുകയാണ് BJP. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പുറത്ത് നമ്മൾ പറയുന്നത് ഇന്ത്യ എന്നേ ഉള്ളൂ. ഇപ്പം CPIM എന്നും CPI എന്നൊക്കെ പറയാന്നുള്ളത് കാരണം അതായത് പാർട്ടി ഓഫീസുകളിലുള്ള ആൾക്കാരുടെ താല്പര്യം എന്നല്ലാതെ ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നുള്ളൊരു ആശയമുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഇടതുപക്ഷം എന്നുള്ള വാദം
ഇന്ത്യയിൽ ഈ ഇപ്പം പിന്നെ നമ്മൾ നേരത്തെ BJP-നെ പറ്റി പറഞ്ഞിരുന്നത് റൈറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ അൾട്രാ റൈറ്റ് എന്ന് പറയുന്നു. അൾട്രാ റൈറ്റ് എന്ന് പറയുമ്പം നേരത്തെ കോൺഗ്രസിനെ പറ്റി പറഞ്ഞത് സെന്റർ ലെഫ്റ്റ് എന്നായിരുന്നു. ഇപ്പൊ ശരിക്കും ലെഫ്റ്റ് എന്ന് പറയുന്ന സാധനത്തിനെ ഒരു ആശയത്തിനെ പ്രതിനിധാനം ചെയ്യുന്നത് കോൺഗ്രസും SP-യും ഒക്കെയാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. കാരണം പ്രാതിനിധ്യമില്ലാത്ത ഇന്ത്യയിൽ വലിയ തന്നെയാണ് CPM എന്തുകൊണ്ട് അതിനകത്തെ പ്രതിനിധിയായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്ന് മാത്രമല്ല, നേരത്തെ തമിഴ്നാടിന്റെ കഥ പറഞ്ഞില്ലേ, തമിഴ്നാട്ടിൽ ഭരിക്കുന്നത് CPM അല്ല, സ്റ്റാലിനാണ്. അവിടെ നിന്ന് ലെഫ്റ്റിന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഭരണകക്ഷിയായിട്ടുള്ള CPM ഭരിക്കുന്ന ഇത്രയും തുടർഭരണം നടത്തുന്ന CPM-ന് എന്തുകൊണ്ടാണ് ഒറ്റ സീറ്റിൽ മാത്രം കുറഞ്ഞു പോയതെന്നുള്ളത് ചോദ്യമല്ലേ? അല്ല, ഞാൻ പറഞ്ഞു അതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഈ ചോദ്യം അവിടെ വന്നു കഴിഞ്ഞാൽ അതിന് പ്രസക്തിയില്ല. കാരണം എന്താ അറിയോ, ഈ തമിഴ്നാട്ടിൽ എന്താണ് ചെയ്തത്? തമിഴ്നാട്ടിൽ ഇന്ത്യ എന്നുള്ള ഒരു മുന്നണിയേ ഉള്ളൂ BJP എതിർക്കാൻ. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ രണ്ട് മുന്നണികളാണ് രണ്ടായിട്ട് നിൽക്കുന്ന സമയത്ത് CPM എന്നുള്ള സാധനത്തിന് CPM-നെ പറ്റി ചിന്തിക്കുന്ന ആൾക്കാർക്കേ പ്രസക്തിയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം, അതായത് പിന്നെ BJP എന്ന് പറഞ്ഞ ഒരു ഹിന്ദുത്വ സംഘടന കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാതിരിക്കണമെങ്കിൽ ഇപ്പുറത്തൊരു യൂണിറ്റി വേണം. ആ യൂണിറ്റി ഉണ്ടെങ്കിൽ യൂണിറ്റി മാത്രമാണ് വോട്ടായി മാറുന്നത്. അതാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം കാണിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു വിധിയായിട്ട് ഞാൻ കാണുന്നില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ BJP-ക്കെതിരായിട്ടുള്ള ഒരു വിധി വരുന്ന സമയത്ത് നമ്മൾ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അത് ഈ ഇടതുപക്ഷത്തിന്റെ വോട്ടും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സമ്മിശ്ര ഒരു വോളിയമാണ് നമ്മൾ ഈ വലിയ വോട്ടായിട്ട് കാണേണ്ടത്. കാരണം ഇതാണ് BJP-ക്കും വലിയ കൗതുകം നൽകേണ്ടതും BJP-ക്ക് പ്രതീക്ഷ നൽകേണ്ടതും കൂടി ഒരു വോട്ടാണിത്. കാരണം ഇനിയും ഇങ്ങനെ പിന്നെ ചിഹ്ന ഭിന്നമായിട്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ത്രികോണ മത്സരം ആ വാദം ഭയങ്കര ബാലിശമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് എങ്ങനെയാണോ കോൺഗ്രസും UDF-ഉം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എല്ലാ രീതികളിലും മത്സരിച്ചിട്ട് തന്നെയാണ് LDF ഏറ്റുമുട്ടിയിട്ടുള്ളത്. അവർ കൃത്യമായിട്ട് പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. അതിലെന്തുകൊണ്ട് UDF അല്ല ഞങ്ങൾ വരണമെന്ന് കൃത്യമായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അവർ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് LDF-ഉം CPM-ഉം ഒക്കെ ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുള്ളത്. അല്ലാതെ അത് LDF-നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. LDF-ന്റെ പ്രകടന പത്രിക എന്ന് പറയുന്നത്, അതായത് LDF-നെ കേരളത്തിലെ ജനങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? LDF-നെ അല്ല, LDF പിണറായി വിജയൻ ഇങ്ങനെയൊക്കെയുള്ള സംജ്ഞകളുണ്ടല്ലോ, ഇതൊക്കെ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി ഒരു പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടായിരുന്ന എന്താണ്? BJP-ക്ക് ബദൽ എന്നുള്ളതാണ് ജനങ്ങൾ ചിന്തിച്ചത്. BJP-ക്ക് ബദൽ എന്ന് ചിന്തിക്കുമ്പം ഇന്ത്യ, വോട്ട് ഫോർ ഇന്ത്യ എന്നുള്ള ഒരു സാധനം രൂപപ്പെട്ടിട്ടുണ്ട്. അത് രൂപപ്പെട്ട് വന്നപ്പോഴും LDF ഇവിടെ 8 or 6 സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നു. എന്താണ് LDF ഉയർത്തിക്കൊണ്ടിരുന്ന മുദ്രാവാക്യം? ഭയങ്കരമായിട്ടുള്ള BJP പിന്നെ BJP പേടിയാണ് പരത്തിക്കൊണ്ടിരുന്നത്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. BJP മല്ലപ്പറഞ്ഞ കാര്യമുണ്ട്. അതായത് പിന്നെ ഈ സംഘപരിവാറിനെ ആശയപരമായിട്ട് ഏറ്റവും ശക്തമായിട്ട് എതിർക്കാൻ കഴിയാത്ത പാർലമെന്റിൽ കുറച്ചു പേരെങ്കിലും ഇടതുപക്ഷം വേണം എന്നുള്ളൊരു ആർഗ്യുമെന്റ് തന്നെയാണ്. അതൊരു തൊഴിലുറപ്പ് പദ്ധതി പോലെയല്ലേ? വേണമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കുറെ ആൾക്കാർ വേണം നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞതാണ് LDF പറഞ്ഞത്. പക്ഷെ പിന്നെ CPM-ഉം പിന്നെ LDF-ഉം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു BJP സ്കെയർ അത് പരത്തുകയായിരുന്നു. അത് ആർക്കാ ഗുണം ചെയ്തത്? ഇന്ത്യക്ക് ഗുണം ചെയ്തു. നിങ്ങളെ മുന്നിൽ ഇന്ത്യന്റെ ഭാഗമായിട്ട് UDF-നെ ശരിക്കും വോട്ടർമാർ അതിന്റെ ഒരു ക്യാമ്പയിൻ വിങ് ആയിട്ട് ആ അർത്ഥത്തിലും LDF പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം ഇന്ത്യയുടെ ഭാഗം അവന്റെ ഏകോപന സമിതിയിൽ അംഗമാവാനായിട്ട് CPM തയ്യാറായില്ല. ഒരു ക്യാമ്പയിനിൽ ഒരു വലിയ ആ രീതിയിൽ തീർച്ചയായിട്ടും അത് ആ പരാജയം. എന്ന് മാത്രമല്ല, ഈ പറയുന്ന അർത്ഥത്തിലെ BJP-നെ അല്ലെങ്കിൽ NDA-നെ ശക്തമായ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാൻ ക്യാമ്പയിനിൽ ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു സംഗതി കൂടെ. അങ്ങനെ അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതിൽ ഈ ശരിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ എല്ലാ ക്യാമ്പയിനും രൂപപ്പെടുത്തുകയും ഐഡിയോളജിക്കലായിട്ട് ഇങ്ങനെയുള്ള സംഗതികൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷം തന്നെയാണ് പിന്നെ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് കാരണമായിട്ടും ഭവിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ BJP സ്കെയർ മാത്രമേ ഉള്ളൂ, മറ്റൊരു സാധനം പറയാനില്ല. അപ്പം അത് പറഞ്ഞു കഴിയുമ്പം അതിനെ എതിർക്കാൻ എന്താ ചെയ്യേണ്ടത്? അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ, നമ്മുടെ വോട്ടർമാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ടായിരുന്നു ഈ വോട്ടർ തീരെ യാതൊരു വിധത്തിലുള്ള അനാലിറ്റിക്കൽ പവറും ഇല്ലാത്ത ഒരു ഭയങ്കരമായിട്ട് നമുക്ക് മീഡിയ കൊണ്ടൊക്കെ സ്വാധീനിക്കാം. പക്ഷേ എന്താണ് ഇനി ഇന്ത്യയിൽ ഒരു സാധ്യതയുള്ളത് എന്ന് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്നുള്ള ഒരു സംഗതിയിലേക്ക് വരികയാണ്. ഇതിന് അതങ്ങനെ ആവാനല്ല സാധ്യത എന്ന് പറയുന്ന ഒരു കണക്ക് പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ LDF-ന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 35% ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് ഇത്തവണയിലേക്ക് വരുമ്പോൾ 34 കുറഞ്ഞിട്ടുണ്ട്. ചെറിയ ഡിഫറൻസ്. UDF-ന്റെ നോക്കാം, 47 46 കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ പറയുന്ന അർത്ഥത്തിലാണ് ജനങ്ങൾ മുഴുവൻ. പക്ഷെ അവിടെ നേട്ടം ഉണ്ടാക്കിയതെന്ന് പറയുന്നത് ആരാ?
NDA ആണ്. തീർച്ചയായിട്ടും ഇനി അതിൽ അങ്ങോട്ട് നമ്മൾ ഉണ്ടാക്കാൻ കാണാതെ പോകുന്നതും പോകരുത്. ഇന്ത്യയാണ്. ആ. ഇനി കേരളത്തിലെ ഈ ഒരു രാഷ്ട്രീയം അവിടെ നിലനിൽക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. വടകരയിൽ ശൈലജ ടീച്ചർ ആശയപരമായിട്ട് തന്നെ അത് ഇടതുപക്ഷത്തിന്റെ പരാജയമാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പരാജയമല്ല, അതൊരു ടാക്ടിക്കൽ ഫെയിലർ ആണ്. പരാജയം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ആശയ സംഹിത പരാജയപ്പെട്ടു. പരാജയം തന്ത്രപരമായിട്ട് നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. തന്ത്രവും പിന്നെ നിലപാടുകളൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയം. പക്ഷെ ഇതിൽ ഞാൻ പറഞ്ഞത് ഇപ്പം സ്റ്റാലിനെ വിളിക്കുന്നുണ്ട് വടകരയിൽ, പിന്നെ ശ്രീമതി ടീച്ചറുടെ യോഗത്തിൽ, സ്റ്റാലിനെ വിളിക്കുന്നുണ്ട് വടകരയില് ശൈലജ ടീച്ചറുടെ ക്യാമ്പയിന് വേണ്ടിയിട്ട്. അപ്പം സ്റ്റാലിൻ പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ എനിക്ക് കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ പറ്റില്ല. ഇത് ഇന്ത്യ മുന്നണിയുടെ ഒരു ഫിലോസഫിക്കൽ ഒരു എന്താ പറയാ പ്രതിസന്ധി എന്ന് പറയുന്ന ഇതാണ്. അത് കേരളത്തിൽ വരുമ്പോൾ രൂക്ഷമാകുന്നുണ്ട്. കാരണം കേരളത്തിൽ മാത്രമേ CPIM ഉള്ളൂ. ഈ CPM ഉള്ള CPM അത് ശരിയാണ്. അങ്ങനെ ആവുമ്പോ ഇടതുപക്ഷം ഈ പരാജയം ക്ഷണിച്ചു വരുത്തിയതാണ് എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഇവിടെ കൃത്യമായിട്ട് NDAയോ BJP സർക്കാരിനെയോ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിന് പകരം LDF ഇവിടെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കില്ലായിരുന്നു. രാഹുൽ ഗാന്ധിയെ കോമാളിയാക്കി ചിത്രീകരിക്കുകയായിരുന്നു, കോൺഗ്രസിനെ വിമർശിക്കുകയാണ് ഇവിടെ LDF ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അർത്ഥത്തിൽ കറക്റ്റ് അല്ല. ഇവിടെ ചോദ്യം എന്താ വെച്ചാൽ നാളെ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുമല്ലോ. എന്തായാലും നിയമസഭ എന്നുള്ള സമ്പ്രദായം ഉണ്ടാവും കുറച്ചു കാലം കൂടി. എന്താ ഇനി ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. കാരണം ഇങ്ങനത്തെ ഒരു CPM-ന്റെ വാദമാണ്. ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് ഇവിടെ LDF-നെ സംബന്ധിച്ചിടത്തോളം UDF എന്നുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഈ പൊളിറ്റിക്കൽ ഘടന എന്ന് പറയുന്നത് ഇപ്പം പിണറായി വിജയനോ ഗോവിന്ദൻ മാഷോ അല്ലെങ്കിൽ ബിനോയ് വിശ്വോ ഒന്നും വിചാരിച്ചാൽ തിരുത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല കേരളത്തിലുള്ളത്. പക്ഷെ ആത്യന്തികമായിട്ട് ഇന്ത്യ എന്നുള്ള ഒരു വലിയ പ്രതിഭാസം വിജയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് ജനാധിപത്യത്തിന്റെയും ലെഫ്റ്റിന്റെയും ഒക്കെ വിജയമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പൊ ബംഗാളിലുള്ള നടന്ന ഫൈറ്റ് ഇതിനോട് കണക്ട് ചെയ്ത് നമുക്ക് വായിക്കാം. അത് ബംഗാളിൽ ത്രികോണ മത്സരം ഉണ്ടാക്കിയെടുത്ത് തന്നെ മമതാ ബാനർജി താല്പര്യപ്രകാരമാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ്. പറഞ്ഞിരുന്നു അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അധീർ രഞ്ജൻ ചൗധരിയെയും ഒരു ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് ഇവർ അറ്റാക്ക് ചെയ്തു. പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് BJP ആണ് അവർ അറ്റാക്ക് ചെയ്തു. മമതാ ബാനർജി BJP അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് തൃണമൂല് BJPയുടെ ഒരു പ്രസൻസ് ആണ് ഇവിടെ. നിങ്ങൾ പറയുന്നത് ഇപ്പൊ തൃശ്ശൂർ മാത്രമാണ് പ്രസൻസ്. ഇവിടെ എല്ലാ മണ്ഡലത്തിലും ഇതേ പ്രസൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും CPM വിചാരിച്ചാലും കോൺഗ്രസ് വിചാരിച്ചാലും അങ്ങനെയാണ്. പശ്ചിമ ബംഗാളിലും ഈ BJP പ്രസൻസ് എന്ന് പറയുന്നത് കുറച്ചു കാലമായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. പണ്ട് കാലത്ത് CPM ഭരിച്ച കാലത്ത് BJP അവിടെ ശക്തമല്ല. ഈ പറഞ്ഞ വൈരുദ്ധ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് BJP ഉണ്ടാക്കിയെടുത്ത. മാത്രമല്ല മമതാ ബാനർജി പറഞ്ഞത് ഞങ്ങളാണ് ബംഗാളിലെ യഥാർത്ഥ ഇന്ത്യ എന്നാണ്. ഇന്ത്യ മുന്നണി ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യേണ്ടത്. മാത്രമല്ല അവർ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞു. ഇവിടെയാണ് CPM എന്ന് ചെയ്ത് ഡിസ്ക്രെഡിറ്റ് കൂടിയിട്ട് ഞങ്ങളാണ് ഇന്ത്യ മുന്നണി എന്ന് പറയാൻ CPM-ന് ഒരു കാലത്തും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പരാജയത്തിന്റെ കാരണം. അവര് വിശ്വാസ്യത തകർക്കാണ് ചെയ്തത് ഇന്ത്യ മുന്നണിയുടെ. അതിന്റെ ഒരു സജീവ ഭാഗമല്ല CPM. അത് ഇല്ലാത്തതിന് കാരണം എന്താ വെച്ചാൽ കേരള CPM-ന്റെ ഒരു കടുംപിടുത്തം കൊണ്ട് തന്നെ CPI ഉള്ള പോലെ ഇല്ല. ഇപ്പം വയനാട്ടിൽ മത്സരിച്ചത് ഇനിയിപ്പോ ഏറ്റവും വലിയ ക്രൈസിസ് വരാൻ പോകുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി എന്തായാലും രാജിവെക്കേണ്ട ഒരു അവസരം വരും. എന്തായാലും പിന്നെ റായ്ബറേലിയിൽ മൂപ്പര് രാജിവെക്കില്ല. ഇവിടെ എന്താ ഇനിയിപ്പോ നടക്കാൻ പോകുന്നത്? ഇന്ത്യ മുന്നണിയിൽ രണ്ട് കക്ഷികൾ തമ്മിലുള്ള മത്സരമായിട്ട് മാറും. അതിൽ ആരെങ്കിലും ഒരാൾ തീരുമാനം എടുക്കണം. ആ തീരുമാനമായിരിക്കും കേരള രാഷ്ട്രീയത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് കേരള രാഷ്ട്രീയത്തിലെ വൈരുദ്ധ്യവും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വൈരുദ്ധ്യവും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പൊ അത് ശരിക്കും ഒരു സൊല്യൂഷൻ വേണ്ട ഒരു കാര്യമാണ്. അപ്പം പക്ഷെ CPM ഒരിക്കലും അതൊരു കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും കേരള CPM ഇപ്പോഴും എടുത്തിട്ടില്ല. കാരണം ഇന്നലെ കേരളത്തിൽ പക്ഷെ നമ്മൾ പറയുമ്പോൾ കേരള ഘടകമാണ് ഇത് അഭിമുഖീകരിക്കുന്നത്. മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടി പറയാം. കാരണം ഇപ്പൊ നമ്മളിപ്പം CPM-ന്റെ കാര്യം വേറൊരു സാധനം വിശകലനം ചെയ്യേണ്ടത്. CPM-ന് ഇപ്പൊ 4 MP-മാരുണ്ട്. അതിൽ 3 MP-മാര് കേരളത്തിന് പുറത്ത്, 1 രാജസ്ഥാനില്, 2 തമിഴ്നാട്ടിൽ. ഇത് 3ഉം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ട് CPM ജയിച്ചതാണ്. ഒറ്റ സീറ്റിലാണ് CPM ആയിട്ട് നിൽക്കുന്നത്. അപ്പം യെച്ചൂരി വാദിക്കുന്ന വാദമാണ് CPM-ൽ കുറച്ചും കൂടി ഇന്ത്യ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലോക്സഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കോൺഗ്രസുമായിട്ട് ചേരേണ്ടതാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രതിസന്ധി, ഈ അസ്തിത്വ പ്രതിസന്ധി CPM കേരളത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. ഞാൻ പറയാൻ നോക്കിയത് ഈ പ്രതിസന്ധി ഉണ്ടല്ലോ ഈ പറഞ്ഞത്, അത് സത്യമാണ്, ഒരു ഫാക്റ്റാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ CPM ഇപ്പോഴും തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നലെ M. സ്വരാജ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റ്, വൈകുന്നേരം റിസൾട്ടൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ അതൊരു കുറച്ച് മറുപടി എന്നുള്ള രീതിയിൽ ഇപ്പോൾ M. സ്വരാജ് പറയുന്നത് ഇതൊരു വലിയ അത്ഭുതമല്ല ഇപ്പോൾ ഉണ്ടായ 18 സീറ്റ് ഉണ്ടായത്. കാരണം 2019-ലും 19 സീറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൂടുതൽ സീറ്റ് LDF നേടി. 21 അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ
കൂടുതൽ സീറ്റ് തുടർഭരണം കിട്ടി, കൂടുതൽ സീറ്റ് നേടി. അപ്പോൾ അതുകൊണ്ട് ഇത് കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമായിട്ട് CPM എടുക്കുന്നില്ല എന്നുള്ളതാണ് അതെ, അത് തന്നെയാണ് സ്വരാജിന്റെ പോസ്റ്റ് സൂചിപ്പിക്കുന്നത്. കാരണം അടുത്ത വർഷമാകുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇത് മാറിക്കോളും, അതിന്റെ അടുത്ത പ്രാവശ്യം പിന്നെ അസംബ്ലി വരുമ്പോൾ ഇത് മാറിക്കോളും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അവിടെ കിടക്കുന്നുള്ളതാണ് എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് അവർക്ക് ഉണ്ട്, അല്ലെങ്കിൽ കേരള ജനതയ്ക്ക് ഉണ്ട് എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിനോട് കൂടെ നിൽക്കണം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ എതിർക്കണം, വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കണം എന്നുള്ള കേരളത്തിന്റെ ചിന്തയുണ്ടല്ലോ, അത് CPM ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. CPM എന്നല്ല, അതെന്താ സംഭവം എന്ന് അറിയോ? അത് നമ്മൾ അതിനെ കാണേണ്ടത് കുറച്ചും കൂടി വിശാലമായ അർത്ഥത്തിലാണ്. കാരണം ഇപ്പൊ കേരളത്തിലെ ഒരു ഇലക്ടറൽ ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ, പാർലമെന്ററി രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ, CPM നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയും വളരെ ശക്തമായിട്ട് വളർന്നു വരുന്ന BJP എന്നുള്ള സിംഗിൾ പാർട്ടിയുണ്ട്. ഈ സ്ഥലത്ത് CPM-ന് പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള ഒരു പ്രതിസന്ധി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം CPM എന്തായാലും ഇപ്പൊ നാളെ പിരിച്ചുവിട്ടിട്ട് പിന്നെ ത്യാഗം ചെയ്തിട്ട് ഒരു പ്രശ്നമല്ല അത് എന്നുള്ളതാണ്, എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു ക്രൈസിസ് അല്ല. പക്ഷെ ഇതിനു മുമ്പ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് CPM ലെഫ്റ്റും പെരുമാറിയിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഒരു 2004 ആദ്യ UPA സർക്കാരിന്റെ സമയത്ത് പോസ്റ്റ് പോൾ അറേഞ്ച്മെന്റിന്റെ ഭാഗമാണെങ്കിൽ കൂടി UPA-യുടെ ഭാഗമായല്ലോ. ആണ്. പക്ഷേ ഇലക്ഷനിൽ യോജിച്ച് മത്സരിച്ചിട്ടില്ല, ഇലക്ഷനിൽ ഒരിക്കലും യോജിച്ച് മത്സരിച്ചില്ല. ഇലക്ഷന് ശേഷം അതായത് കേരളം, വെസ്റ്റ് ബംഗാളിലുള്ള സമയത്ത് വെസ്റ്റ് ബംഗാൾ, ത്രിപുര, കേരളം, ഈ 3 സ്ഥലത്തും CPM ശക്തികളായിരുന്ന സമയത്ത് ഒരിക്കലും കോൺഗ്രസുമായിട്ടുള്ള ഒരു അലയൻസിന് പിന്നെ CPM പോയിട്ടില്ല. CPM-ന് പോകാനും പറ്റില്ല. ഇവിടെ CPM എന്ന് പറഞ്ഞ സംഗതി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, പ്രസ്ഥാനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആന്റി കോൺഗ്രസ് ഒരു റെട്ടോറിക് മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ സജി നേരത്തെ പറഞ്ഞ വാദം പൊളിയണം. എന്ന് വെച്ചാൽ ഈ വിജയം ഇടതുപക്ഷത്തിന്റെ കൂടി വിജയമാണെന്നല്ല, അത് കോൺഗ്രസിന്റെ മാത്രം വിജയമായിട്ട് കണക്കാക്കണം. അങ്ങനെയല്ല, നമ്മൾ CPM-ന്റെ ഓഫീസിൽ സംസാരിക്കുന്ന പോലെ ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്. കാരണം നമ്മൾ വിശാല അർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ വിജയമാണ് ഇന്ത്യയുടെ വിജയം. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യ. അതില് CPM എനിക്ക് ഡിഫൈൻ ചെയ്യേണ്ടി വരും. പോസ്റ്റ് പോൾ ഘടനയിലേക്ക് CPM വന്നാൽ മതി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതേ നടക്കും.